ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരോശരണാംഭോജ്യം യസ്യാൻ ദിശി വിരാജതേ തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പാ ശരണം ഗുരുഭ്യോ നമഃ. സർവവേദാന്ത സാരമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതമാണ് സപ്താഹയജ്ഞമായിട്ട് നടത്താനായിട്ട് വിധിയുള്ളത്. പരീക്ഷിത്ത് മഹാരാജാവിന് 7 ദിവസം ആയുസ്സുണ്ടായിരുന്നു. അതുകൊണ്ട് ശുഖബ്രഹ്മഋഷി 7 ദിവസമായിട്ട് ഭാഗവതം പറഞ്ഞു കേൾപ്പിച്ചു. പിന്നെയും സപ്താഹവിധിയുണ്ടല്ലോ. എന്താണ് സപ്താഹവിധിക്ക് കാരണം എന്ന് ആചാര്യന്മാർ വ്യക്തമാക്കുന്നു. ശുഭേച്ഛാസു വിചാരണ തനുമാനസി സത്വാപത്തി അസംസക്തി പദാർത്ഥാഭാവനി തുരീയം എന്നിങ്ങനെ 7 യോഗഭൂമികളുണ്ടെന്നും നമ്മളും മനസ്സിനെ 7 ഘട്ടമായിട്ട് ഉയർത്തി ആ തുരീയാവസ്ഥയിലേക്ക്, ദിവ്യമായിട്ടുള്ള ആ പദവിയിലേക്ക്, അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടതെന്നും ബോധിപ്പിക്കുന്നു. ആ രീതിയിൽ നോക്കുന്ന സമയത്ത് രുക്മിണീ സ്വയംവരത്തിന് ശേഷം ഉള്ള ഭാഗങ്ങൾ 6-ാം ദിവസത്തെ യോഗഭൂമിയിലാണ് ഉൾപ്പെടുന്നത്. പദാർത്ഥാഭാവനി എന്നുള്ള യോഗഭൂമിയാണ് ഈ പ്രകരണങ്ങളിലൂടെ വർണ്ണിക്കുന്നത്. ഈ ലോകത്തിൻ്റെ ഊടും പവുമായിട്ടുള്ള ഭഗവാനെ അനുഭവമായി തീരുക. യതോമായി ഇമാനി ഭൂതാനി ജായന്തേന ജാതാനി ജീവന്തി യൽ പ്രവിശന്തി ഭിസംവിശന്തി തദ് ബ്രഹ്മവിജ്ഞാസ്വ. സത്യം പരം ധീമഹി എന്ന് ആ പാരമാർത്ഥിക സത്യം എന്താണെന്ന് ബോധിപ്പിക്കുന്ന ഉപനിഷത്ത് മന്ത്രം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടേക്ക് ലയിക്കുന്നുവോ ആ സ്ഥാനം ബ്രഹ്മം എന്നറിയുക. ഈ ലോകത്തിൻ്റെ ഊടും പാവുമായത് ആ ബ്രഹ്മം, ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിത് ശബ്ദത്തെ, ഭഗവാൻ തന്നെയാണ് എന്ന് ബോധിപ്പിക്കുകയാണ്. ഒപ്പം തന്നെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് ഉണ്ടാവാവുന്ന അഹങ്കാരത്തിൻ്റെ കണിക നശിപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയത്തെ ഏറ്റവും ശുദ്ധമാക്കി തീർത്തുകൊണ്ട് ഏറ്റവും ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർക്കുക എന്നുകൂടി ഇവിടെ സാധിക്കുന്നു. രുക്മിണീ സ്വയംവരം പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വിവാഹ കഥകളൊക്കെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ദുഃഖത്തിൻ്റെ കഥയാണ് സൗകര്യമനുസരിച്ച് ഇവിടെ പറയുന്നത്. മറ്റുള്ള വിവാഹ കഥകൾക്ക് ശേഷമായിരിക്കാം ഈ സംഭവം. എന്നാലും സൗകര്യം അനുസരിച്ച് ഒരു ദുഃഖത്തിൻ്റെ കഥയാണ് ആദ്യം പറയുക. പ്രദ്യുമ്നോൽപ്പത്തി ചരിത്രം 55-ാമത്തെ അധ്യായത്തിൽ ദശമസ്കന്ധത്തിൽ. കാമസ്തു വാസുദേവാംശോ ദഗ്ധപ്രാഗ്രുദ്രമന്യുന. മഹാദേവൻ്റെ നേത്രാഗ്നിയിൽ ദഹിച്ചതായ കാമദേവൻ വാസുദേവാംശമായിട്ട് ഭഗവാന്റെ പുത്രനായിട്ട് അവതരിക്കുന്നു. പണ്ട് ദഹിച്ചുപോയ കാമദേവൻ്റെ ഭാര്യ രതീദേവി മഹാദേവനെ ശരണം പ്രാപിച്ചപ്പോൾ അന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഇനി എൻ്റെ ഭർത്താവിന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായിട്ട് ജന്മം കിട്ടും എന്നൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട്. രാസലീലയിൽ ഭഗവാനെ കീഴ്പ്പെടുത്താൻ നോക്കിയ കാമദേവൻ, ഭഗവാനെ ആശ്രയിച്ച ഗോപിമാരെ കീഴ്പ്പെടുത്താൻ നോക്കിയ കാമദേവൻ തോൽക്കുകയുണ്ടായത്. ഭഗവാന്റെ പുത്രനായിട്ട് അവതരിക്കുന്നു പ്രദ്യുമ്നൻ എന്നുള്ള പേരിൽ. ഈ പ്രദ്യുമ്നൻ തൻ്റെ ശത്രുവാണെന്ന് മനസ്സിലാക്കിയ ശംബരാസുരൻ പ്രദ്യുമ്നനെ രുക്മിണീ തൽപ്പത്തു നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി നാരദ മഹർഷി പറഞ്ഞതനുസരിച്ച്. ഒരു മായയും ദ്വാരകയിൽ ബാധിക്കുന്നതല്ല. എന്നാലും ഭഗവാന്റെ സങ്കല്പമനുസരിച്ച് ഇതൊക്കെ സംഭവിച്ചു. എന്തിന് പ്രദ്യുമ്നോൽപ്പത്തി തന്നെ ഭഗവാന് 12 വർഷം കഴിഞ്ഞിട്ടാണ്, വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നതെന്നൊക്കെ ആചാര്യന്മാർ പറയാറുണ്ട്. ഉമാമഹേശ്വര ഭജനം നടത്തി 12 വർഷം മഹാബ്രാഹ്മണരെയൊക്കെ ഉപാസിച്ചുണ്ടായ പുത്രനാണത്രേ പ്രദ്യുമ്നൻ. ദാമ്പത്യാർത്ഥ ഉമാംസതി എന്നൊക്കെയാണല്ലോ. അങ്ങനെ ഉണ്ടായ മകനെയാണ് നഷ്ടപ്പെട്ടത്. ശംബരാസുരൻ ആ ഉണ്ണിയെ എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. നാരദ മഹർഷി പറഞ്ഞതനുസരിച്ചാണ്. ആ ഉണ്ണിയെ ഒരു മത്സ്യം വിഴുങ്ങി ആ വലിയ മത്സ്യത്തെ മുക്കുവന്മാരെ പിടിച്ച് അവരുടെ നേതാവായ ശംബരാസുരന് കാഴ്ചവെച്ചു. ശംബരാസുരനെ അടുക്കളയിലേക്ക് കൊടുത്തയച്ചു. മായാവതി എന്നിവരായ അടുക്കളക്കാരി ഈ മത്സ്യത്തെ കീറി നോക്കി ഉണ്ണിയെ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. നാരദ മഹർഷി അവിടെ എത്തി. നാരദോ കഥയൽ സർവം, ഇത് കാമദേവനാണ്, കാമദേവൻ്റെ അവതാരമായിട്ടുള്ള പ്രദ്യുമ്നനാണ്. നീ രതീദേവിയാണ്, മായാവതിയൊന്നുമല്ല, രതീദേവിയാണ്.
ഒരു ശാപനിമിത്തം എല്ലാ വിഷയങ്ങളും മറന്നുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. ചില വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രതീദേവി പ്രദ്യുമ്നനെ വളർത്തിക്കൊണ്ടുവരുന്നു. പെട്ടെന്ന് വളർത്തി. യൗവനപ്രായായി. മാതൃഭാവം അതിക്രമ്യ വർത്തസേ കാമിനീയഥ. ഇതുവരെ ഒരു അമ്മയെപ്പോലെ പെരുമാറിയെങ്കിൽ ഇപ്പോൾ അത് കാമുകിയെപ്പോലെ പെരുമാറാൻ തുടങ്ങി. എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? രതീദേവി സകല വൃത്താന്തവും അറിയിക്കുന്നുണ്ട്. അങ്ങ് കാമദേവൻ തന്നെയാണ്, കാമദേവൻ്റെ അവതാരമായിട്ടുള്ള പ്രദ്യുമ്നനാണ്, അങ്ങയുടെ ഭാര്യയായ രതീദേവിയാണ് ഞാൻ. പിന്നെ രണ്ടുപേരും കൂടി യുദ്ധം ചെയ്ത് ശംഭരാസുരനെ നിഗ്രഹിച്ച് തിരിച്ചു വരുന്നു. ഇത് രതീദേവിയുടെയൊക്കെ കാര്യമാണത്. കാമദേവൻ്റെയും രതീദേവിയുടെയും കാര്യം ഇങ്ങനെയാണ് സംഭവിക്കുക. സാധാരണ വിവാഹ സമയത്ത് വിവാഹ സൂക്തത്തിൽ മഹർഷിമാർ ആശീർവാദം ചെയ്യുന്നുണ്ട്. ദശാസ്യാൻ പുത്രാനാഥേ ഹി പതിമേകാദശംകൃതി എന്നൊക്കെ. 10 പുത്രന്മാരുണ്ടാവട്ടെ എന്നാണ് ആശീർവാദം വധൂവരന്മാർക്ക്. 11ാമത് വധുവിനെ ആശീർവദിച്ചുകൊണ്ട് പറയുന്നു 11ാമത് ഒരു പുത്രൻ ഉണ്ടാവട്ടെ. എന്നാൽ 11 പുത്രന്മാർ ഒരുമിച്ചുണ്ടായാൽ മതി എന്ന് പറഞ്ഞാൽ പോലെ. അങ്ങനെയല്ല, 10 പുത്രന്മാരുണ്ടായി കഴിഞ്ഞാൽ 11ാമത് ഭർത്താവിനെ തന്നെ പുത്രനായിട്ട് കണക്കാക്കൂ എന്നാണ്. കുറച്ച് കഴിഞ്ഞാൽ ഭർത്താവിനെ പോലും പുത്രനെ പോലെ കണക്കാക്കി ജീവിക്കണം. ഇതൊക്കെയാണ് മഹർഷിമാരുടെ ആശീർവാദം. പക്ഷേ രതീദേവിയുടെയും കാമദേവൻ്റെയും കാര്യത്തിൽ നേരെ വിപരീതമാണ് വരിക എന്ന് മാത്രം. ആ കാമദേവൻ്റെ ആക്രമണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നേരെ വിപരീതമായിട്ടുള്ള ഭാവം ഉണ്ടാവുക. രണ്ടുപേരും യുദ്ധം ചെയ്ത് ശംഭരാസുരനെ നിഗ്രഹിച്ച് തിരിച്ചു വരുന്നു. ഇവിടെ ഒരു ഉണ്ണിയെ കാണാനില്ലാതെയപ്പോൾ അന്വേഷണമൊക്കെയായി. കുറേ അന്വേഷണങ്ങൾ നടത്തി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നിർത്തിവെച്ചു. കാലം ഏതു ദുഃഖത്തെയും മറപ്പിക്കാൻ കഴിവുള്ളതാണ്. ആരെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരുടെ വിയോഗം നമുക്ക് എപ്പോഴും ദുഃഖം ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്നും ഒരേപോലെ ദുഃഖം ഉണ്ടാവില്ലേ? കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ കാലസ്വരൂപനായ ഭഗവാന്റെ സ്വാധീനമാണ് പല ദുഃഖങ്ങൾക്കും അറുതി വരാൻ കാരണം. ദുഃഖമൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ശമിച്ചു. പക്ഷെ രണ്ടുപേര് വരുന്ന കണ്ടപ്പോൾ രുക്മിണീദേവി പറയുന്നു, എൻ്റെ ഇടത് കൈ വിറയ്ക്കുന്നു. ശുഭലക്ഷണമാണല്ലോ. മരിച്ചുപോയി എന്ന് വിചാരിച്ച മകൻ തിരിച്ചു വരികയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ പറയുമ്പോൾ നാരദോ കഥയൽ സർവം. നാരദ മഹർഷി അവിടെയും വന്ന് സകല വൃത്താന്തവും പറഞ്ഞു കേൾപ്പിച്ചു. അഹോ മൃതൈവായാത്ത, മരിച്ചവൻ തിരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ തുള്ളിച്ചാടുന്നു. മരിച്ചവൻ തിരിച്ചെത്തിയിട്ടില്ല, മരിച്ചുപോയി എന്ന് വിചാരിച്ചവൻ തിരിച്ചെത്തിയതാണ്. ഭഗവാൻ ഒരു ഭാവമില്ലാതെ അവിടെ ഇരുന്നു. സുഖം വരാൻ ദുഃഖം വരാൻ ജീവിതത്തിൽ രണ്ടിനോടും ഒരേപോലെയുള്ള മനോഭാവം ഉണ്ടാവണം. ഇങ്ങനെ സുഖദുഃഖങ്ങളിൽ പക്ഷപാതമില്ലാതെ സമഭാവനയോട് കൂടിയിട്ട് ഒരു സമീപനം ഉണ്ടാവുമ്പോഴാണ് നിത്യസൗഖ്യത്തിലേക്ക് പരമാനന്ദത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുക എന്നൊക്കെ ബോധിപ്പിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമിയായി കഴിഞ്ഞാൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ലോകത്തെ പഠിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ഗാർഹസ്ഥ്യലീല ഭാഗവതത്തിൽ വർണ്ണിക്കാൻ ആരംഭിക്കുന്നു. അങ്ങനെ പ്രദ്യുമ്നോൽപ്പത്തി ചരിത്രം ആദ്യം വർണ്ണിക്കുന്നു. പിന്നെ 2 അധ്യായങ്ങളിലായിട്ട് സ്യമന്തകോപാഖ്യാനം കഥയാണ് വർണ്ണിക്കുന്നത്. ആ കഥയിലൂടെ ഭഗവാന്റെ 2 വിവാഹ കഥ, ജാമ്പവതിയെയും സത്യവതിയെയും വിവാഹം കഴിച്ച കഥ, ഒപ്പം തന്നെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം എന്ന് നമ്മളെ ബോധിപ്പിക്കുകയാണ്. കലഹം എന്നാൽ കലത്തെ ഹനിക്കുന്നതാണ്, സമാധാനത്തെ നശിപ്പിക്കുന്നതാണ്, ഹനിക്കുന്നതാണ് കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കനകവും മൂലവും കാമിനി മൂലവുമാണ് കലഹം സംഭവിക്കുക എന്ന് നമ്മളെ ബോധിപ്പിക്കുന്ന പ്രകരണം. സത്രായുത്ത എന്നിവരായ യാദവൻ സൂര്യഭഗവാനെ തപസ് ചെയ്ത് ദിവ്യമായിട്ടുള്ള ഒരു രത്നം നേടി. അതിൻ്റെ പേരാണ് സ്യമന്തകം. ലോകത്തിൽ ആരെ വേണമെങ്കിൽ നമുക്ക് ഭജിക്കാം, എവിടെ വേണമെങ്കിൽ ഭഗവാനെ ഭജിക്കാം. സർവാന്തര്യാമിയാണ് ഭഗവാൻ. ആ ഭജിക്കുന്ന സമയത്ത് അപരിച്ഛിന്നമായ ഭാവത്തോട് കൂടിയിട്ട് വേണം ഭജിക്കാൻ. സൂര്യഭഗവാനെ ഭജിച്ചു. ഇവിടെ പ്രത്യേക താല്പര്യത്തോട് കൂടിയിട്ട് സമ്പത്തിന് വേണ്ടി പ്രത്യേകമായ രീതിയിൽ പരിച്ഛിന്നമായ ഭാവത്തിലായിരിക്കുന്നു ഭജനം. പരിച്ഛിന്നമായ ഭാവത്തിലാണ് ഭജിച്ചത്. ആ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ദിവ്യമായിട്ടുള്ള ഒരു മണി നൽകി. അതാണ് സ്യമന്തകം. സ്യമന്തകരത്നമുള്ള സ്ഥലത്ത് ആദികൾ വ്യാധികൾ ഒന്നുണ്ടാവില്ല. 8 ഭാരം സ്വർണം ദിവസം ഉണ്ടാവും. അങ്ങനെയുള്ള ദിവ്യമണി കഴുത്തിൽ കെട്ടി സത്രാജിത്ത് കൊട്ടാരത്തിലേക്ക് വരുന്നു.
സത്രാജിത്തിൻ്റെ ആഗമനം കാണുമ്പോഴേക്കും സകലരും ഓടി വന്ന് നമസ്കരിക്കുന്നു. സൂര്യഭഗവാൻ തന്നെ എഴുന്നള്ളി വരുന്നു എന്നുള്ള ഭാവത്തോട് കൂടിയിട്ട് അടുത്തെത്തിയപ്പോഴാണ് സത്രാജിത്താണെന്ന് മനസ്സിലായത്. സത്രാജിത്ത് മണിയുടെ മാഹാത്മ്യമൊക്കെ വർണ്ണിച്ച് കേൾപ്പിച്ചു. അതൊക്കെ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഇത്രയും ദിവ്യമായിട്ടുള്ള മണിയാണെങ്കിൽ കൊട്ടാരത്തിലിരിക്കട്ടെ, അങ്ങയ്ക്ക് ആവശ്യമുള്ളതൊക്കെ അങ്ങേക്ക് എത്തിച്ചു തരാം. അങ്ങയുടെ ഗൃഹത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആപത്ത് വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഇത് കൊട്ടാരത്തിലിരിക്കട്ടെ എന്ന് പലതവണ ഭഗവാൻ കൊടുത്തില്ല. എന്തും ഭഗവാൻ ചോദിക്കാതെ ഭഗവാൻ സമർപ്പിക്കുകയാണ് വേണ്ടത്. ഭഗവാൻ ചോദിച്ചിട്ടും ഭഗവാൻ സമർപ്പിച്ചില്ല, അതുകൊണ്ട് ആപത്ത് വരാൻ പോകുന്നു. സത്രാജിത്തിൻ്റെ അനുജനായ പ്രസേനൻ ആ മണി കഴുത്തിൽ കെട്ടി നായാട്ടിനായിട്ട് പോയി. നായാട്ടിന് പോയ സമയത്ത് വെളിച്ചമുണ്ടായി ഈ മണിയുടെ പ്രകാശം കൊണ്ട്. അങ്ങനെ കുതിരപ്പുറത്ത് നായാട്ടിന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മണിയുടെ പ്രകാശം കണ്ട് ഒരു സിംഹം വന്ന് ആ കുതിരയെയും പ്രസേനനെയൊക്കെ അടിച്ചു കൊന്ന് മണി കടിച്ചു കൊണ്ടുപോയി. സിംഹത്തെ അടിച്ചു കൊന്ന് ഋക്ഷഗോത്രത്തിൽപ്പെട്ട ഒരു വാനരൻ ജാമ്പവാൻ മണി കടിച്ചു കൊണ്ടുപോയി. എന്നിട്ട് തൻ്റെ ഗുഹയിൽ പോയിട്ട്, ദിവ്യമായ ഗുഹയിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. ഇപ്പോൾ പൂജിക്കേണ്ട മണിയാണ്, വേണ്ട രീതിയിൽ പൂജിച്ചു കഴിഞ്ഞാൽ അഷ്ടഭാരം സ്വർണ്ണമൊക്കെ കിട്ടുന്ന സകല ഐശ്വര്യങ്ങളുണ്ടാവുന്ന മണിയാണ് കുരങ്ങന്മാർ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കും ദിവ്യമായിട്ടുള്ളൊരു മണി കിട്ടിയിട്ടുണ്ട്. മനുഷ്യജന്മം, അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതം, അല്ലെങ്കിൽ ഭഗവാനെ ഉപാസിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഈ മനുഷ്യജന്മം കൊണ്ടുമൊക്കെ വേണ്ട രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞാൽ അഷ്ടൈശ്വര്യങ്ങളുണ്ടാവും. വ്യാധികളൊക്കെ ഒഴിവാക്കി ആ അമൃതാവസ്ഥയിലേക്ക് എത്തിച്ചേരാം ഈ ജന്മം കൊണ്ട്, വിശേഷബുദ്ധിയുടെ ജന്മം കൊണ്ട്. പക്ഷെ ഇന്ദ്രിയങ്ങളാകുന്ന കുരങ്ങന്മാർക്ക് തട്ടിക്കളിക്കാൻ പാകത്തിനായോ എന്ന് നമ്മൾ എപ്പോഴും ആത്മവിമർശനം ചെയ്യേണ്ടതാണ്. പ്രസേനൻ നായാട്ടിന് പോയിട്ട് തിരിച്ചു വരുന്ന കാണാനില്ല. എന്തു പറ്റിയെന്ന് സംശയമായി. കൃഷ്ണനാണോ പ്രസേനെ ഉപദ്രവിച്ച് മണി തട്ടിക്കൊണ്ടുപോയത് എന്നൊരു സംശയം സത്രാജിത്തിന്. ആരോടും പറയാൻ ധൈര്യമില്ല. ആ സംശയം ഉള്ളിൽ വച്ച് ഊണില്ല, ഉറക്കമില്ല, ആകെ വയ്യാതെ അദ്ദേഹത്തിന്. ഒരു ദിവസം രാത്രി രണ്ടും കൽപ്പിച്ചാണ് ഭാര്യയോട് പറയുന്നത്, ആരോടും പറയരുത് എന്നൊക്കെ പ്രത്യേകം പറഞ്ഞു. കൃഷ്ണനാണ് മണി മോഷ്ടിച്ചത് എന്ന് സംശയമുണ്ട് അനുജനെ ഉപദ്രവിച്ച് എന്ന് സത്രാജിത്ത്. ഇത് കേൾക്കേണ്ട താമസമുള്ളൂ. സമാധാനമില്ലാതെ ഈ ഭാര്യയും എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും പറഞ്ഞാലേ സമാധാനമുള്ളൂ. പിറ്റേ ദിവസം വന്ന ആ സുഹൃത്തിനോട് ഈ കാര്യം പ്രത്യേകം പറഞ്ഞു. കൃഷ്ണനാണ് മണി മോഷ്ടിച്ചതെന്ന് സംശയമുണ്ട്, പ്രസേനെ ഉപദ്രവിച്ച്, ആരോടും പറയരുത് കേട്ടോ എന്ന് പ്രത്യേകം പറഞ്ഞു. കർണേ കർണേ അജവഞ്ചന, ലോകം മുഴുവൻ പാട്ടായി. ഇതാണ് മഹാത്മാക്കളുടെ ദോഷങ്ങളൊക്കെ പറഞ്ഞു വരുത്താൻ ജനങ്ങൾക്ക് വലിയ താല്പര്യമാണ്. ജനാനാം പീയൂഷം ഭവതി, ജനങ്ങൾക്ക് അമൃത് പോലെയാണ്. അമൃതനേക്കാളും സ്വാദുണ്ടാവും പരദൂഷണത്തിന്. ബലരാമസ്വാമികളുടെ ചെവിയിലെത്തി ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചു പറഞ്ഞു, അതെ കൃഷ്ണനെക്കുറിച്ച് ചില അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ തെളിയിക്കണം. ജനങ്ങൾ പലതും പറയും, അതൊന്നും തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, ഭരണാധികാരികളെക്കുറിച്ച് ഒരു അപവാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് തെളിയിക്കേണ്ട ചുമതലയുണ്ട്, കേസ് അന്വേഷിക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് അതിനായിട്ട് പുറപ്പെടുന്നു. കുറച്ച് യാദവന്മാരുമായിട്ട് പുറപ്പെട്ടു. ഓരോ തൊണ്ടി മുതലും പിടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം പ്രസേനൻ്റെ ശവശരീരം കണ്ടെത്തി, കുതിരയുടെ ശവശരീരം കണ്ടെത്തി, സിംഹത്തിൻ്റെ കാലടിപ്പാട് അന്വേഷിച്ചു പോയപ്പോൾ സിംഹത്തിൻ്റെയും ശവശരീരം കണ്ടെത്തി. ഒരു വാനരൻ്റെ കാലടിപ്പാട് നോക്കിപ്പോയി ഒരു ഗുഹയുടെ മുമ്പിലെത്തിയപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ആ ഗുഹയുടെ പുറത്ത് നിർത്തി. മറ്റുള്ളവർക്കൊന്നും പ്രവേശിക്കാൻ കഴിവുള്ളതല്ല ദിവ്യമായിട്ടുള്ള ഗുഹ, അതുകൊണ്ട് അവരെയൊക്കെ പുറത്തു നിർത്തി ശ്രീകൃഷ്ണ ഭഗവാൻ അകത്തേക്ക് പ്രവേശിച്ചു. അവിടെ എത്തിയപ്പോഴേ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നു. ആ മണി തട്ടിപ്പറിച്ചപ്പോൾ ധാത്രി ഉറക്ക കരഞ്ഞു. ഒരു പുതിയൊരു പുരുഷനെ കണ്ട് ഉറക്ക കരഞ്ഞു. അപ്പോഴേക്കും ജാമ്പവാൻ ഹരേ രഘുപതേ ജയ ജയ, ഹരേ രഘുപതേ ജയ ജയ എന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുന്ന രാമഭക്തനായിട്ടുള്ള ജാമ്പവാൻ ക്രുദ്ധനായിട്ട് തന്നെ വാന്നങ്ങോട്ട് തുടങ്ങി അതിഗംഭീരമായിട്ടുള്ള യുദ്ധമാണ്. പിന്നെ ദിവസങ്ങളോളം യുദ്ധം നീണ്ടു നിന്നു. ജയമില്ലാത്ത പരാജയമില്ലാത്ത യുദ്ധം. രണ്ടുപേരും വാശിയോട് കൂടിയിട്ട് തന്നെ യുദ്ധം. 10-12 ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് കാത്തുന്നവർ തിരിച്ചുപോയിരിക്കുന്നു. എന്താ ഭഗവാനെ കാണാനില്ല, തിരിച്ചുപോയി. ദ്വാരകയിൽ പോയിട്ട് വിവരമൊക്കെ പറഞ്ഞു. ഈ ആപത്തിക്കും കരണീയം, ഈ ആപത്തിൽ എന്താ വേണ്ടത്, ഭജനീയം പാദയുഗളം അംബായ എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവതിയെ പൂജിക്കാൻ തുടങ്ങി.
ദേവി ഭാഗവതം നവാഹവും ഭഗവത് സേവയൊക്കെ ആയിട്ട് അവർ ഭഗവതിയെ പൂജിക്കാൻ തുടങ്ങി. ജാമ്പവാൻ്റെ വക മറ്റൊരു പൂജയാണ് ഹരേ രഘുപതേ ജയ ജയ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനെ പ്രഹരിച്ചുകൊണ്ടാണ് ജാമ്പവാൻ്റെ പൂജ എന്ന് മാത്രം. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം 27 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഭഗവാന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ അടികൊണ്ട് ദേഹം മുഴുവൻ തളർന്നു ജാമ്പവാൻ്റെ. ആരാണ് എന്നെ അടിച്ചു താൻ ഭാഗത്തിന് ലോകത്തിലുള്ളത്? ശ്രീരാമചന്ദ്രസ്വാമിയെക്കാളും തേജസ്സാണ് കണ്ടത്. രാവണൻ കണ്ണുമിഴിച്ച് നോക്കിയപ്പോൾ ഇതാ ഭഗവാൻ ദർശനം കൊടുത്തു, രാമചന്ദ്രസ്വാമികളായിട്ട് ദർശനം കൊടുത്തു. ഇപ്പോൾ കൃഷ്ണനായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മണിയെക്കുറിച്ച് ചില അപവാദമൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മണി കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോഴാണ് മണിയുമായിട്ട് പോകുന്ന സമയത്ത് ഭഗവാനെ വീണ് നമസ്കരിച്ചുകൊണ്ട് ഒരു രത്നം കൂടിയുണ്ട്, ജാമ്പവതി എന്നിവരായ രത്നത്തെ കൂടി കൊണ്ടുപോകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജാമ്പവതിയെ ഭഗവാൻ സ്വീകരിക്കുന്നു. കഴിഞ്ഞ അവതാരത്തിൽ ഭഗവാന് വേണ്ടിയിട്ട് രാമചന്ദ്രസ്വാമികൾക്ക് വേണ്ടിയിട്ട് എത്രയോ കൈങ്കര്യം ചെയ്ത ജാമ്പവാൻ, ആ ജാമ്പവാന് അന്നൊരു മോഹമൊക്കെ ഉണ്ടായിരുന്നു. എന്ത്? ഭഗവാനുമായിട്ടൊക്കെ ഒന്നൊരു യുദ്ധമൊക്കെ ആവാമെന്നൊക്കെ. അന്ന് മുഴുവൻ സാധിക്കുന്ന കാര്യമല്ലല്ലോ. ഇപ്പോൾ ദാ ഭഗവാനുമായിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ഒപ്പം തന്നെ തൻ്റെ മകളെ അന്ന് ഭഗവാൻ വിവാഹം കഴിച്ചു കൊടുക്കാനായിട്ട് കൊണ്ടുചെന്നതാണ്. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ എനിക്ക് ഏകപത്നി വ്രതമാണ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി മാറ്റം വരുമോ? മാറ്റം വരും. അടുത്ത അവതാരത്തിൽ കണക്കൊന്നും വെക്കുന്നില്ല. ഇന്ന് ഭഗവാൻ അന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് ഇതാ ഭഗവാൻ പാലിക്കുന്നു. ജാമ്പവതിയെ കൊണ്ടുവന്ന് ഭഗവാന് സമർപ്പിക്കുന്നു എന്നൊക്കെ പുരാണാന്തരങ്ങളിൽ പറയുന്നുണ്ട്. ജാമ്പവതിയും കൊണ്ട് തിരിച്ചെത്തി. ഇവിടെ ദേവി പൂജയൊക്കെ കഴിഞ്ഞ് സമർപ്പണ സമയത്ത് ദേവിയുടെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഭഗവാൻ ദേവിയോട് കൂടിയിട്ട് ജാമ്പവതിയോട് കൂടിയിട്ട് അവിടെ പ്രത്യക്ഷമായി. എല്ലാവർക്കും ബോധ്യം വന്നു ഭഗവതിയെ പൂജിച്ചാലും ഭഗവാനെ കിട്ടുന്നു. എന്തായാലും സത്രാജിത്തിനെ വിളിച്ചു, സഭ വിളിച്ചു കൂട്ടി, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു. മണി സത്രാജിത്തിൻ്റെ കയ്യിൽ കൊടുത്തു. സത്രാജിത്തിന് ആകെ സങ്കടമായി. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കിയത്, ഒക്കെ അബദ്ധമായിപ്പോയി, തെറ്റായിപ്പോയി. സങ്കടപ്പെട്ട അദ്ദേഹത്തിനോട്, സത്രാജിത്തിനോട് അദ്ദേഹത്തിൻ്റെ മകളായ സത്യഭാമ പറഞ്ഞു, അച്ഛൻ്റെ ഈ ദുഃഖം തീരാൻ ഒറ്റ വഴിയുള്ളൂ, എന്നെ ഭഗവാനെ വിവാഹം കഴിച്ചു കൊടുത്തോളൂ. താം സത്യഭാമാം ഭഗവാൻ ഉപയേമേ യഥാവിധി. വിധിയാവണ്ണം സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിച്ചു. സത്യഭാമയെ ശതധന്വാവ് എന്നിവരായ യാദവന് വിവാഹം കഴിച്ചു കൊടുക്കാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അയാളാണെങ്കിൽ അത് മോഹിച്ചിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഒരിക്കൽ ഭഗവാൻ പാണ്ഡവന്മാരെ അരക്കില്ലത്തിൽ പെട്ട് മരിച്ചു എന്നൊക്കെയുള്ള വിവരം കേട്ടപ്പോൾ ഭഗവാന് പരമാർത്ഥം അറിയാമെങ്കിലും ബന്ധുക്കളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതൊക്കെ അന്വേഷിക്കാനായിട്ട് പോയ സമയമാണ്. ഈ സമയം നോക്കിയിട്ട് അക്രൂരനും കൃതവർമാവും കൂടിയിട്ട് ശതധന്വാവിൻ്റെ അടുത്ത് വന്ന് പിരികേറ്റി വിട്ടു. തനിക്കൊരു പെൺകുട്ടി വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. ഈ സത്രാജിത്തിനെ അനുജൻ്റെ വഴിക്കാണ് പറഞ്ഞയക്കുക എന്നൊക്കെ പറഞ്ഞ് പിരികേറ്റി വിട്ടപ്പോൾ ഒരു ദിവസം ശതധന്വാവ് വന്ന് സത്രാജിത്തിനെ കുത്തിക്കൊന്ന് മണി കൊണ്ടുപോവുകയാണ്. കരയുന്ന സത്യഭാമ അതൊക്കെ കഴിഞ്ഞ് എണ്ണത്തോണിയിൽ അച്ഛൻ്റെ ശരീരമൊക്കെ സൂക്ഷിച്ചു വെച്ച് ഭഗവാനെ കൊണ്ടുവരാനായിട്ട് പോയി. പാണ്ഡവന്മാരുടെ അടുത്തുണ്ട്, അല്ലെങ്കിൽ പാണ്ഡവന്മാരുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് പോയ ശ്രീകൃഷ്ണ ഭഗവാനെ അവിടെ ചെന്ന് കാര്യം പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. പൊട്ടിക്കരയുന്നു. ഇത് കേട്ട് ഭഗവാനും പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത്രേ സത്രാജിത്ത് മരിച്ചുല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. വേണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടേ, ലോകത്തിലെ ഭാര്യയുടെ അച്ഛൻ മരിച്ച കരയണ്ടേ എന്നുള്ള ഭാവത്തിൽ കരയാൻ തുടങ്ങി. എന്തായാലും ആ ബലരാമസ്വാമികളോട് കൂടിയിട്ട് ഭഗവാൻ സത്യഭാമയോട് കൂടിയിട്ട് തിരിച്ചു വന്നു. പിന്നെ അങ്ങോട്ട് തേരിൽ കയറിയാണ് പുറപ്പെട്ടു ശതധന്വാവിനെ പിടിക്കാൻ വേണ്ടിയിട്ട്. തന്നെ പിടിക്കാൻ വേണ്ടിയിട്ട് രാമകൃഷ്ണന്മാർ വരുന്നുണ്ടെന്ന് കേട്ട് ശതധന്വാവ് ഓടി അക്രൂരിൻ്റെയും കൃതവർമാവിൻ്റെ അടുത്ത് പോയിട്ട് സഹായിക്കണേ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞു, ജഗദീശ്വരന്മാരായ രാമകൃഷ്ണന്മാരുടെ എതിരെ യുദ്ധത്തിന് ഞങ്ങളില്ല എന്ന് മാത്രമല്ല, ആ ജഗദീശ്വരനായ ഭഗവാനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വീണ് നമസ്കരിക്കാൻ തുടങ്ങിയവർ മന്ത്രം ജപിച്ചുകൊണ്ട്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ സത്രാജിത്തിനെ കൊല്ലാനായി പുറപ്പെട്ടത്? ഞങ്ങൾ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും കേൾക്കൂ. ഞങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ കൈ ഒഴിഞ്ഞു. അപ്പോഴാണ് അവരുടെ നേരെ മണി വലിച്ചെറിഞ്ഞ് ശതധന്വാവ് ഓടി.
ശതധന്വാവിൻ്റെ പിന്നാലെയാണ് രാമകൃഷ്ണന്മാർ. ഒരു ദിവ്യമായിട്ടുള്ള കുതിരയുടെ പുറത്ത് കയറിയിട്ടായിരുന്നു ആദ്യം ശതധന്വാവ് പോയിരുന്നത്. പിന്നാലെ തേരിൽ രാമകൃഷ്ണന്മാർ. കുറച്ച് കഴിയുമ്പോഴേക്കും ആ കുതിരയ്ക്ക് ഇത്ര ദൂരെ ഓടാൻ കഴിയുള്ളൂ, അത് പിഴഞ്ഞ് ചാവുന്നു. പിന്നെ ഓടാൻ തുടങ്ങിയ ശതധന്വാവിൻ്റെ പിന്നാലെ വാഹനമില്ലാതെ ഓടുന്ന ഒരാളുടെ പിന്നാലെ വാഹനത്തിൽ പോകാൻ പാടില്ല എന്നുള്ള യുദ്ധനീതി അനുസരിച്ച് വാഹനം അവിടെ നിർത്തി. ഭഗവാൻ തേരിന്നിറങ്ങി ഓടി പിന്നാലെ ചെന്നു, ശതധന്വാവിനെ വധിക്കുന്നു. അയാളെ തപ്പി നോക്കി, തിരിച്ചു വന്ന് ബലരാമസ്വാമികളോട് പറഞ്ഞു അയാളുടെ കയ്യിൽ മണിയില്ല. പിന്നെ എന്തിനാ അയാളെ കൊന്നത്? കൃഷ്ണൻ എന്തൊക്കെയോ ചുറ്റിക്കളിയുണ്ട് എന്ന് ഭഗവാനോട് പിണങ്ങിപ്പോയി കുറച്ചു കാലം ബലരാമസ്വാമികൾ. വെറുതെ ഒരാളെ കൊന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. കേസ് അന്വേഷിച്ചിട്ട് തെളിയിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോയി. കുറച്ചു കാലം മിഥിലയിൽ പോയിട്ട് പിണങ്ങി താമസിച്ചു. ആ കാലത്താണ് അദ്ദേഹത്തിന് ദുര്യോധനെ ശിഷ്യനാക്കേണ്ടി വന്നത്. നിരന്തരമായിട്ട് ഭഗവാനുമായ സമ്പർക്കം ഉണ്ടായില്ലെങ്കിൽ എന്തിന് ബലരാമസ്വാമികൾക്ക് പോലും ദുഷ്ടന്മാരുമായ സംസർഗം വേണ്ടി വന്നു, ദുര്യോധനെ ശിഷ്യനാക്കേണ്ടി വന്നു. മണിയുമായിട്ട് അക്രൂരനും കൃവർമാവും കാശിക്ക് പോയി, നാട് വിട്ടു ഓടിപ്പോയി. ആ മണിയിൽ നിന്നുണ്ടാവുന്ന സമ്പത്ത് കൊണ്ട് കാശിയിൽ സ്നാനഘട്ടങ്ങളും യാഗങ്ങളും ഒക്കെ ഗംഭീരമായി നടത്തി. അന്നദാനവും നല്ല സമൃദ്ധിയായി. നാട്ടിലാണെങ്കിൽ മഴ പെയ്യാതെ, ദ്വാരകയിൽ മഴയില്ല, മഹാമാരികൾ, പകർച്ചവ്യാധികൾ ഇങ്ങനെ പരന്നുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ പറയാൻ തുടങ്ങി ശ്വഫൽക്കതനയനായിട്ടുള്ള അക്രൂരൻ നാട് വിട്ടുപോയത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്ന് പറയാൻ തുടങ്ങി. അഥവാ ഭഗവാൻ അവരെ കൊണ്ട് പറയിപ്പിച്ചു അങ്ങനെയൊക്കെ. എങ്കിൽ ഭഗവാൻ തന്നെ ഉദ്ധവൻ തുടങ്ങിയവരോട് പറഞ്ഞു, കാശിയിൽ പോയിട്ട് അവിടെയുള്ള സിദ്ധസന്യാസിമാരായിട്ട് ജീവിക്കുന്ന അക്രൂരനെയും കൃവർമാവനെയും തിരിച്ചു കൊണ്ടുവരണം. പറഞ്ഞതനുസരിച്ച് അത് അവരെ തിരിച്ച് കൊണ്ടുവരുന്നു. അവർ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഗംഭീരമായിട്ടുള്ള മഴ, പകർച്ചവ്യാധികളൊക്കെ സ്വിച്ചിട്ട പോലെ നിൽക്കുന്നു. പകർച്ചവ്യാധികളൊക്കെ സൂക്ഷിച്ചിട്ട പോലെ മാറുകയാണ്. ഒരസുഖമില്ല ഇപ്പോൾ ആർക്കും. സകല സമൃദ്ധികളും വിളയാടി തുടങ്ങി. ഈ മഹാത്മാക്കളുടെ പാദസ്പർശം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് ജനങ്ങളൊക്കെ അക്രൂരനും കൃവർമാവനും ജയ് വിളിക്കാൻ തുടങ്ങി. അക്രൂരൻ്റെ കണ്ണ് നിറഞ്ഞു. സഭയിൽ വെച്ച് ഭഗവാന്റെ ആ മഹത്വത്തെ വർണ്ണിച്ചുകൊണ്ട് മണിയുടെ സംഭവമൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു കൊടുത്തു. ഇനി മണി ഇപ്പോൾ ആർക്കും വേണ്ട, ഭാര്യയ്ക്ക് കൊടുത്തു. ഭഗവാന് വേണമെങ്കിൽ സ്വീകരിക്കാം. സത്യഭാമയുടെ അച്ഛൻ്റെ മുതലാണ്, ഭാര്യയ്ക്ക് അവകാശമുണ്ട്, തനിക്ക് അവകാശമുണ്ട്. അവർക്കൊന്നും കൊടുത്തില്ല. പിന്നെ സത്രാജിത്ത് മരിച്ചപ്പോൾ പിണ്ടം വെച്ച പിണ്ടകർത്താക്കൾക്ക് ഈ മണിയുടെ അവകാശം ഉണ്ടായിരുന്നു. പിണ്ടകർത്താക്കൾക്ക് മണിയുടെ അവകാശം ഉണ്ടായിരുന്നു, അവർക്കും കൊടുത്തില്ല. അവസാനം അക്രൂരിൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് മണി ഏൽപ്പിച്ചു ബലായിട്ട്. ഈ അക്രൂരിനെ പോലുള്ള ഭക്തന്മാരുടെ കയ്യിൽ മണി ഇരുന്നാൽ അത് ലോകത്തിന് ശ്രേയസ്സായിട്ട് വരും എന്നുള്ള ഭാവത്തിൽ മണി അക്രൂരിൻ്റെ കയ്യിൽ നിന്ന് ഏൽപ്പിച്ചു. ഭക്തന്മാർക്കുണ്ടാവും അഹങ്കാരവും, അല്ലെങ്കിൽ ധനത്തിലുള്ള ആസക്തിയും, മറ്റുള്ളവരെ ഓരോരോ വാക്കുകളിലൂടെ അധർമ്മത്തിന് പ്രേരിപ്പിക്കലും ഒക്കെ ഭക്തന്മാർക്കും വരും. ചിലപ്പോൾ നിരന്തരമായിട്ടുള്ള ഭഗവത് സ്മരണയൊക്കെ നടത്തുന്നവരായിരിക്കും. ഇടയ്ക്ക് എങ്ങനെയെങ്കിലും വിഷയങ്ങളിലേക്ക് മനസ്സ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സ് ദുഷിച്ചു പോവും. എന്നാൽ ഒരിക്കലെങ്കിലും ഭഗവാനെ ഭജിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അവരെ അധപ്പതിക്കാനേ സമ്മതിക്കില്ല, അവിടുന്ന് രക്ഷിക്കും. ഇപ്പോൾ അക്രൂരിന് ബോധ്യമായി ഇതുപോലുള്ള സ്വഭാവം നന്നല്ല, ധനത്തിലുള്ള ആസക്തി നന്നല്ല ഇന്ന് ബോധ്യം വന്നു. ഇനി ധനം അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയാലും കുഴപ്പമില്ല, നല്ല ഉറപ്പുണ്ട് അദ്ദേഹത്തിന്. ഇപ്പോൾ ധനം കയ്യിൽ കിട്ടിയാൽ ധനം കൊണ്ട് നാശം ഉണ്ടാവും എന്ന് ബോധ്യം വന്ന് ധനം കൈകാര്യം ചെയ്തപ്പോൾ അത് ഭഗവാന്റെ പ്രസാദമായിട്ട് ലോകത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ടത് മാറ്റി. ഈ കഥ കേട്ടാൽ ദുഷ്കീർത്തിയും ദുരിതമപോഹി, ദുഷ്കീർത്തിയും ദുരിതങ്ങളുമൊക്കെ ഇല്ലാതെയോ, നമ്മളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇല്ലാത്തതൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീരും എന്ന് പ്രത്യേകം ഫലശ്രുതി. ഇങ്ങനെ ഭഗവാന്റെ രുക്മിണീ സ്വയംവരത്തിന് ശേഷമുള്ള 2 വിവാഹ കഥ സീമന്തകോപാഖ്യാനത്തിലൂടെ വർണ്ണിക്കുന്നു. ഏകദാ പാണ്ഡവാൻ ദൃഷ്ടും പ്രതീതാൻ പുരുഷോത്തമ ഇന്ദ്രപ്രസ്ഥംഗത ശ്രീമാൻ യുധാനാദിഭിർവ്രത എന്നിങ്ങനെ 58-ാമത്തെ അധ്യായം ആരംഭിക്കുന്നു. ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാൻ
പാണ്ഡവന്മാരെ കാണാനായിട്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയി. അരക്കില്ലം ദഹിച്ച സമയത്ത് അതിനുള്ളിൽപ്പെട്ട പാണ്ഡവന്മാരും ദഹിച്ചുപോയി എന്ന് സകല ജനങ്ങളും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പാഞ്ചാലി സ്വയംവരത്തിൽ വെച്ച് പാണ്ഡവന്മാരെ മരിച്ചവരെ എഴുന്നേറ്റ് വരുന്ന പോലെ ആശ്ചര്യത്തോടെ സകല ജനങ്ങളും ബന്ധുമിത്രാദികളും ഒക്കെ കാണുന്നത്. പിന്നെ ബന്ധുമിത്രാദികളുമൊക്കെ പാഞ്ചാലി സമേതനായിട്ടുള്ള പാണ്ഡവന്മാരെ കാണാനായിട്ട് ബന്ധുമിത്രാദികളൊക്കെ പോകുന്നുണ്ട് അവിടെ. ആ സമയത്താണ് ശ്രീകൃഷ്ണ ഭഗവാനും പാണ്ഡവപക്ഷപാതികളായിട്ടുള്ള സാത്വികി മുതലായിട്ടുള്ളവരെയും കൂട്ടി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുന്നത്. ദർശനമാത്രത്താൽ തന്നെ സകല ജനങ്ങളുടെയും സകല സന്താപങ്ങളും നശിപ്പിച്ച് പരമാനന്ദം നൽകുന്ന സർവേശ്വരനായിട്ടുള്ള ഭഗവാനെ കണ്ട മാത്രയിൽ പാണ്ഡവന്മാർ പ്രാണനെ കണ്ട പോലെ എണീറ്റു. 5 പേരും ഒരുമിച്ച് തന്നെ എണീറ്റു. ഒരു ഉണർവ് അവർക്ക് കിട്ടി. സകല തളർച്ചയും അവർക്ക് മാറി, സകല ദുഃഖങ്ങളും തീർന്ന് അവരെണീറ്റു. വീരന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്യുന്നു. ഭഗവാന്റെ ആ ദേഹസ്പർശം നിമിത്തം അതുവരെ കാണാതിരുന്നത് കൊണ്ടുണ്ടായ സകല സന്താപങ്ങളും നശിച്ചു. ലോകമര്യാദയനുസരിച്ച് പ്രായം കൂടിയ ധർമ്മപുത്രരുടെയും അതുപോലെ ഭീമസേൻ്റെയും പാദങ്ങളിൽ ഭഗവാൻ അങ്ങോട്ട് നമസ്കരിക്കുന്നു. സമവയസ്കനായിട്ടുള്ള അർജുനനെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു. നകുലനും സഹദേവനും ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. പാഞ്ചാലിയും വന്ന് ഭഗവാനെ നമസ്കരിച്ചു. വിവാഹം കഴിഞ്ഞ് അധിക സമയമായിട്ടില്ല. അങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ലജ്ജ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമാണല്ലോ. ലജ്ജയോട് കൂട്ടിയിട്ട് വന്ന് നമസ്കരിച്ചു. അവരൊരുമിച്ച് എന്തെന്നില്ലാത്ത ആനന്ദത്തോട് കൂടിയിട്ട് ഒത്തുകൂടി. അതിനുശേഷം ഭഗവാൻ അന്തഃപുരത്തിൽ പ്രവേശിച്ച് കുന്തി മാതാവിനെ നമസ്കരിച്ചു. ഭഗവാനെ കണ്ട സന്തോഷാധിക്യം കൊണ്ട് ആനന്ദാശ്രുക്കൾ പൊഴിക്കുന്ന കുന്തിദേവി തൻ്റെ പുത്രനെ പോലെ കണക്കാക്കിയിരിക്കുന്ന ഭഗവാനെ അരികത്തിരുത്തി ഗാഠഗാഠം ആലിംഗനം ചെയ്യുന്നു. തൻ്റെ ഉണ്ണിയെപ്പോലെ കണക്കാക്കിയിട്ടാണ് കുന്തിദേവി കൃഷ്ണനെ ആലിംഗനം ചെയ്യുന്നത്. തൻ്റെ സഹോദരനായ വസുദേവൻ്റെയും മറ്റ് ബന്ധുക്കളുടെയും സൗഖ്യത്തെക്കുറിച്ചൊക്കെ ഭഗവാനോട് ചോദിച്ചു. പാഞ്ചാലിയും കുന്തിയുടെ പിന്നിൽ നിൽക്കുന്നുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയോടും കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നു. കുന്തിദേവിയാണെങ്കിൽ ഭഗവാന്റെ സാമീപ്യം കൊണ്ട് തന്നെ ആ പരമപ്രേമപ്രസന്നത്തിൻ്റെ ലക്ഷണമായിട്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. വാക്കുകൾ ഇടറി. ഇതുവരെ അനുഭവിച്ച മഹാദുഃഖങ്ങളൊക്കെ ഓർത്തു. ഇപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ സകല ദുഃഖത്തിൻ്റെയും അവസാനമായി ഉറച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭഗവാനോട് പറഞ്ഞു. ഭഗവാനെ കൃഷ്ണ, ബന്ധുക്കളുടെ ആയിട്ടുള്ള ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ നീ എൻ്റെ സഹോദരനായ അക്രൂരനെ ഇങ്ങോട്ട് അയച്ചിരുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് സൗഖ്യമായി. അന്നു മുതൽ ഞങ്ങളുടെ കാര്യം അന്വേഷിച്ചതുകൊണ്ട് ഞങ്ങൾ അനാഥരല്ല. ഇതുകൊണ്ടാണല്ലോ കുന്തിദേവി ഭാഗവത്തിൽ ആദ്യം വീണ്ടും നമസ്കരിക്കുന്ന രംഗം നമുക്ക് കാണാവുന്നത്. ദുഃഖം തരണേ, ദുഃഖം തരണേ, ദുഃഖം തരണേന്ന്. ആരാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ദുഃഖം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ചത്. ദുഃഖം വരുമ്പോഴാണ് കൃഷ്ണനെ സ്മരിക്കാൻ കഴിയാറുള്ളൂ. അങ്ങനെ ഭഗവാനെ സ്മരിച്ചപ്പോൾ എല്ലാ ദുഃഖങ്ങളും നീങ്ങിയിട്ടുണ്ട്, പരമാനന്ദം അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്നും ഭഗവാനെ ഓർമ്മിക്കാൻ, എന്നും ദുഃഖം തരണേ എന്നൊക്കെ പ്രാർത്ഥിച്ച മാതാവാണ് ഈ കുന്തിദേവി. കുന്തിദേവി പറയുന്നുണ്ട്, നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മന തഥാ വിസ്മരതാം ശശ്വൽ ക്ലേശാൻ ഹംസി ഹൃദി സ്ഥിത. കൃഷ്ണൻ എല്ലാവരുടെയും സകലജനങ്ങളുടെയും സുഹൃത്തും ആത്മാവുമായിരിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള കൃഷ്ണന് സ്വന്തമെന്നോ പരന്നോ എന്നുള്ള വിചാരമില്ല. എങ്കിലും ആരാണോ കൃഷ്ണനെ മനസ്സിൽ സ്മരിക്കുന്നത് അവരുടെ എല്ലാ മനോദുഃഖങ്ങളെയും നിശേഷം സംഭരിക്കുന്നത് കൃഷ്ണൻ്റെ സ്വഭാവമാണ്. എന്തുകൊണ്ടെന്നാൽ കൃഷ്ണൻ അവരുടെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്ന സമയത്ത് അന്ധകാരമുണ്ടാവാൻ പാടില്ലാത്തതുപോലെ കൃഷ്ണനെ സ്മരിക്കുന്നവരുടെ ഹൃദയത്തിൽ എങ്ങനെയാണ് ദുഃഖം ഉണ്ടാവുക? അതിന് കൃഷ്ണൻ സമ്മതിക്കില്ല, എനിക്ക് ഉറപ്പുണ്ട്. എന്തൊരു കാരുണ്യമാണ് കൃഷ്ണൻ്റെ. ഞങ്ങൾ ഒന്ന് കൃഷ്ണനെ സ്മരിക്കുന്നുള്ള കാരണം കൊണ്ട് ഞങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാനായിട്ട് നേരത്തെ തന്നെ അക്രൂരനെയൊക്കെ പറഞ്ഞയച്ചു. അത് അന്ന് മുതൽ ഞങ്ങളൊക്കെ നാഥനമുള്ളവരായിട്ട് തീർന്നു. ഞങ്ങൾ ഇതുവരെ വിചാരിച്ചിരുന്നു ഞങ്ങൾക്ക് ആരുമില്ല എന്ന്. ഞങ്ങൾ സനാഥന്മാരാണ്, കൃഷ്ണനാണ് ഞങ്ങളുടെ നാഥൻ എന്ന് കുന്തിദേവി ഉറപ്പിക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെക്കുറിച്ച് അമ്മ സ്തുതിച്ചു പറയുന്നത് കേട്ടപ്പോൾ ധർമ്മപുത്ര മഹാരാജാവും കോരിത്തരിച്ചുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചുകൊണ്ട് പറയാണ്, കൃഷ്ണ അങ്ങ് സർവേശ്വരൻ തന്നെയാണ്. ബുദ്ധിഹീനന്മാരായ ഞങ്ങൾക്ക്
എന്തൊക്കെ ആപത്ത് വന്നാലും ഓടി വന്ന് രക്ഷിക്കുന്ന നാഥനാണ് അങ്ങ്. കഴിഞ്ഞ ജന്മത്തിൽ ഞങ്ങൾ എന്തൊരു പുണ്യമാണ് ചെയ്തിരിക്കുന്നത് അറിയില്ല. സമാധിയോഗം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന മഹായോഗികൾക്ക് കൂടി കാണാൻ കഴിയാത്ത അങ്ങേ ഭക്തിഹീനന്മാരായിട്ടുള്ള, യാതൊരു ഭക്തിയില്ലാത്ത ഞങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിച്ചത്? അത് അങ്ങയുടെ ദീനവാത്സല്യം തന്നെ, ഞങ്ങളോടുള്ള കാരുണ്യം തന്നെ. അതുകൊണ്ട് മാത്രമാണ് യോഗീശ്വരന്മാർക്ക് പോലും പിടികിട്ടാത്ത അങ്ങയുടെ ദിവ്യസ്വരൂപം ഞങ്ങൾക്ക് കാണാനും ഇഷ്ടം പോലെ സ്വന്തമാക്കാനും സാധിച്ചത്. അല്ലാതെ ഞങ്ങൾക്ക് ഭഗവാനുള്ള ഭക്തി കൊണ്ടൊന്നുമല്ല, അത്രയൊന്നും ഭക്തി ഞങ്ങൾക്ക് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ട് ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് കുറച്ചു കാലം ഇവിടെ താമസിക്കണം, ഈ ഭാഗ്യം ഞങ്ങൾക്ക് കുറച്ചു കാലം കൂടി ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാനെ അവിടെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ ധർമ്മപുത്രരുടെ പ്രാർത്ഥന അനുസരിച്ച് ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ കുറച്ചു കാലം താമസിക്കുന്നുണ്ട്. അവിടെയുള്ള സകല ജനങ്ങൾക്കും കണ്ണുകൾക്ക് പരമാനന്ദം നൽകിക്കൊണ്ടാണ് ആ മഴക്കാലം 4 മാസം അവിടെ ഭഗവാൻ വസിച്ചത്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഖാണ്ഡവം ദഹിപ്പിച്ചു കഴിഞ്ഞ് അടുത്തൊരു ദിവസം ശത്രുസംഘത്തിലെ വീരന്മാരെ നിഷ്പ്രയാസം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് സമർത്ഥനായിരിക്കുന്ന അർജുനൻ ഹനുമാന്റെ പ്രതിമയുള്ള കൊടിക്കൂറ കെട്ടി അലങ്കരിച്ച തൻ്റെ തേരിൽ കയറി ഗാണ്ഡീവം എന്നു പേരായ വില്ലും എത്ര എടുത്താലും തീരാത്ത അമ്പുകളോടും കൂടിയ 2 ആവനാഴികളും എടുത്ത് നായാട്ടിന് ഉചിതമായിട്ടുള്ള വേഷം ധരിച്ച് മൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഘോരമൃഗങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഘോരവനത്തിൽ പ്രവേശിച്ചത്. അങ്ങനെ ഭഗവാനോട് ചേർന്ന് നായാട്ട് ചെയ്ത് രസിക്കണമെന്നുള്ള ആഗ്രഹം ഭഗവാനും നിറവേറ്റി കൊടുത്തു. ഇങ്ങനെ നായാട്ട് ചെയ്ത് തളർന്ന അർജുനൻ ദാഹിച്ച് വെള്ളം അന്വേഷിച്ചുകൊണ്ട് യമുനാ നദിയുടെ അടുത്തെത്തി. കാളിന്തിയിൽ കാലൊഴുകി ദേഹശുദ്ധി വരുത്തി പരിശുദ്ധമായ ജലം കുടിച്ചു. അവിടെ വിശ്രമിക്കുന്ന സമയത്ത് അവിടെ സഞ്ചരിക്കുന്ന ഒരു സുന്ദരിയെ കണ്ടു. ധീരന്മാരാകുന്നു അവർ രണ്ടുപേരുമെങ്കിലും ആ സുന്ദരിയുടെ കാഴ്ച അവരുടെ മനസ്സിനെ അപഹരിച്ചു. വേഗം ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണ അനുസരിച്ച് അർജുനൻ ആ യുവതിയുടെ അടുത്ത് എത്തിച്ചേർന്നു. നീ ആരാണ്? കാത്വം കസ്യാസി ശുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാം പതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ. നീ ആരാണ്? എന്താണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ഭർത്താവിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണോ? നിൻ്റെ പരമാർത്ഥം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ഞാൻ കാളിന്തിയാണ്, സൂര്യഭഗവാന്റെ പുത്രിയായിട്ടുള്ള കാളിന്തിയാണ്. അഹം ദേവസ്യ സവിതു ദുഹിതാപതിമിച്ഛതി വിഷ്ണും വരേണ്യം വരദം തപഃപരമമാസ്ഥിത. പുരുഷോത്തമനായ മഹാവിഷ്ണുവിനെ ഭർത്താവായിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യ സ്ത്രീയല്ല, ദേവി തന്നെയാകുന്നു എന്ന് സാരം. സൂര്യപുത്രിയായിട്ടുള്ള കാളിന്തിയാണ് എന്നുള്ള വിവരം അറിയിക്കുന്നു. നാന്യം പതിം വൃണേ വീരാതമൃതേ ശ്രീനികേതനം തുഷ്യതാം മേ സ ഭഗവാൻ മുകുന്ദോ നാഥ സംശ്രയ. ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനെ അല്ലാതെ വേറൊരാളെയും ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കില്ല. അനാഥരക്ഷകനും അഖണ്ഡ ആനന്ദസ്വരൂപനുമായിട്ടുള്ള മോക്ഷത്തെ നൽകാൻ കഴിവുള്ള ആ പുരുഷോത്തമൻ എൻ്റെ പേരിൽ പ്രസാദിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ ദേവി. യമുനാ നദിക്ക് അഥവാ യമുനയ്ക്ക് 2 രൂപമാണ്. സാക്ഷാൽ രൂപേണ ഭഗവാന്റെ ഭാര്യ, ആഭാസ രൂപേണ സമുദ്രഭാര്യ എന്നൊക്കെയാണ് ധരിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പറയും. കാളിന്ദീതി സമാഖ്യാത വസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ വിത്രായാവത് അച്യുത ദർശനം. എൻ്റെ പേര് കാളിന്തി എന്നാകുന്നു. യമുനാജലത്തിൽ എൻ്റെ പിതാവായ സൂര്യഭഗവാൻ നിർമ്മിച്ചു തന്ന ഭവനത്തിലാണ് വസിക്കുന്നത്. ഭഗവാന്റെ ദർശനം സിദ്ധിക്കുന്നത് വരെ അവിടെ താമസിക്കാനാണ് എൻ്റെ നിശ്ചയം. ആ സുന്ദരി പറഞ്ഞ വർത്തമാനങ്ങളൊക്കെ അർജുനൻ ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചു. ആ പരമാർത്ഥം പറഞ്ഞ് ഭഗവാൻ സൂര്യപുത്രിയായ കാളിന്തി ദേവിയെ വിവാഹം കഴിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ വിവാഹങ്ങൾ രുക്മിണീ ദേവിയെയും സത്യഭാമയെയും ജാമ്പവതിയെയും വിവാഹം കഴിച്ചതിന് ശേഷം കാളിന്തി വിവാഹം കഴിച്ച കഥ അനുസ്മരിച്ചു. അതിനുശേഷം 5ാമത്തെ വിവാഹകഥ, അവന്തിയിലെ രാജാക്കന്മാരായിട്ടുള്ള വിന്ദാനുവിന്ദന്മാർ, ആ 2 പേര് ദുര്യോധനൻ്റെ ഇഷ്ടന്മാരാണ്, ദുര്യോധനനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. അവരുടെ സഹോദരിയായിട്ടുള്ള മിത്രവിന്ദ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സഹോദരിയെ ശ്രീകൃഷ്ണ ഭഗവാനെ വിവാഹം കഴിക്കാനായിട്ട് അവർ സമ്മതിച്ചില്ല. ശ്രീകൃഷ്ണ ഭഗവാന്റെ പിതാവായിട്ടുള്ള വസുദേവരുടെ സഹോദരി രാജാധിദേവിയുടെ പുത്രിയാണ് മിത്രവിന്ദ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അക്ഷമങ്ങളുടെ പുത്രിയാണ് മിത്രവിന്ദ. ഈ കന്യകയെ ശ്രീകൃഷ്ണ ഭഗവാൻ
സ്വയംവരത്തിന് വന്നിരിക്കുന്ന രാജാക്കന്മാരുടെ കണ്ണിനു മുമ്പാകെ ബലാത്കാരേണ കൊണ്ടുപോയി. രുക്മിണി സ്വയംവരം പോലെ തന്നെ ബലാത്കാരമായിട്ട് കൊണ്ടുപോകുകയാണ് ഉണ്ടായത്. കന്യകയുടെ ഇഷ്ടം പോലെ വരനെ സ്വീകരിക്കാൻ അവളെ വിരോധിക്കുന്ന പക്ഷം രാക്ഷസ വിവാഹം ക്ഷത്രിയന്മാർക്ക് ഉചിതമാണെന്ന് പ്രമാണമുണ്ട്. അപ്പോൾ രാക്ഷസവിധിയാവണ്ണം രുക്മിണി സ്വയംവരം പോലെ രാക്ഷസവിധിയാവണ്ണം അക്ഷമങ്ങളുടെ പുത്രിയായ മിത്രവിന്ദയെ ഭഗവാൻ വിവാഹം കഴിച്ചു. അങ്ങനെ 5ാമത്തെ വിവാഹകഥ. നഗ്നജിത്ത് അയോധ്യാധിപതിയാണ്. അദ്ദേഹത്തിന് സത്യ എന്നിവരായിട്ടുള്ള അതിസുന്ദരിയായിട്ടുള്ള പുത്രി ഉണ്ടായി. ആ സത്യയെ നാഗ്നജിതി എന്നും വിളിക്കാറുണ്ട്. അദ്ദേഹം തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടൊരു പരീക്ഷ വെച്ചു. മതിച്ച 7 കാളകളുണ്ട്. ആ 7 കാളകളെ ഒരേ സമയത്ത് പിടിച്ചു കെട്ടുന്ന ആൾക്ക് മാത്രമേ തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുള്ളൂ എന്നൊരു പരീക്ഷ വെച്ചു. അനവധി രാജാക്കന്മാർ സത്യയെ മോഹിച്ചു വന്ന് ആ കാളകളുടെ ചവിട്ടുകൊണ്ട് മരിച്ചു പോവാനുണ്ടായത്. ഭഗവാൻ അവിടെ ചെന്ന് നിഷ്പ്രയാസം 7 കാളകളെ പിടിച്ചു കെട്ടി സത്യയെ വിവാഹം കഴിക്കുന്നു. ലൗകികമായ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ പശുക്കളുടെയും കാളകളുടെയും കൂടെ കളിച്ചിട്ടാണ് ഭഗവാൻ വളർന്നു വന്നിരിക്കുന്നത്. ഈ കാളകളെ പിടിച്ചു കെട്ടൽ എളുപ്പമായിട്ടുള്ള കാര്യം തന്നെയാണ് ഭഗവാന്. ഒപ്പം തന്നെ ആചാര്യന്മാർ പറയും, നല്ല ചവിട്ടും കുത്തുള്ള 7 കാളകളെ പിടിച്ചു കെട്ടിയാലാണ് നമുക്കും ആ ഭഗവാന്റെ അന്തപുരത്തിലേക്ക് സത്യമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ എന്ന്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, മനസ്സ്, ബുദ്ധി എന്നുള്ള 7 ചവിട്ടും കുത്തുള്ള കാളകളെ നിയന്ത്രിച്ചാൽ മാത്രമേ ഭഗവത് സാക്ഷാത്കാരം നേടാൻ കഴിയുള്ളൂ, സത്യമായ അവസ്ഥയിലേക്ക് എത്തുള്ളൂ, അവിടേക്ക് എത്താൻ കഴിയുള്ളൂ എന്നൊക്കെ ആചാര്യന്മാർ നമ്മളെ ബോധിപ്പിക്കുന്നു. സത്യവിവാഹം കഴിക്കുന്ന കഥ 6ാമത്തെ വിവാഹം. പിന്നെ 7ാമത്തെ വിവാഹം വർണ്ണിക്കുന്നു. ഭഗവാന്റെ പിതൃസഹോദരിയായ ശ്രുതകീർത്തിയുടെ പുത്രിയും കേകയ രാജ്യത്തിൽ ജനിച്ചവളുമായിട്ടുള്ള ഭദ്ര എന്നുപേരായ കന്യകയെ അവളുടെ സഹോദരന്മാരായ സന്ദർദനാദികളുടെ അപേക്ഷ അനുസരിച്ച് ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ശ്രുതകീർത്തേ സുതാം ഭദ്രാം ഉപയേമേ പിതൃഷ്വസു കൈകേയീം ഭ്രാതൃഭിർദത്താം കൃഷ്ണസന്ദർദനാദിഭി. അത് കഴിഞ്ഞ് 8ാമത്തെ വിവാഹം. സുതാം ച മദ്രാധിപതയെ ലക്ഷ്മണാം ലക്ഷണൈര്യുതാം സ്വയംവരേ ജഹാരൈക സ സുവർണ സുധാമിവ. മദ്രരാജാവിൻ്റെ പുത്രിയും സർവശുഭലക്ഷണ സമ്പന്നയുമായിട്ടുള്ള ലക്ഷ്മണയെ സ്വയംവരത്തിൽ വെച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ ഏകനായിട്ട്, ഗരുഡൻ സ്വർഗലോകത്തിൽ നിന്ന് ഏകനായിട്ട് അമൃതത്തെ എന്ന പോലെ അപഹരിച്ചു. ഇങ്ങനെ ഭഗവാന്റെ 8 വിവാഹങ്ങൾ വർണ്ണിച്ചു കഴിയുന്നു. അന്യാംശ്ചൈവം വിധാ ഭാര്യ കൃഷ്ണസ്യാസൻ സഹസ്രശ ഭൗമം ഹത്വാ തന്നിരോധാത് ആഹൃതാശ്ചാരുദർശന. നരകാസുരൻ അനേകം സ്ത്രീകളെ ബലാത്കാരത്തിൽ അപഹരിച്ചു കൊണ്ടുവന്ന് കാരാഗൃഹത്തിലിട്ടിരിക്കുന്നു. ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ച് സുന്ദരികളായ അവരെയെല്ലാം ഭാര്യമാരായി സ്വീകരിച്ചു. ഇങ്ങനെ ഭഗവാന് അനേകം ഭാര്യമാരുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് 58ാമത്തെ അധ്യായം സമർപ്പിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യം, ആരാണ് രാജകന്യകമാരെ സ്വസ്ഥാനത്തിൽ കൊണ്ടുവന്ന് ബലാത്കാരേണ താമസിപ്പിച്ചത്? ആ നരകാസുരനെ ഭഗവാൻ ഏത് കാരണത്താലാണ് വധിച്ചത്? ആ ശ്രീഹരിയുടെ പരാക്രമത്തെ വർണ്ണിക്കുന്ന ആ കഥ വിസ്തരിച്ച് വർണ്ണിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നരകാസുരവധം കഥ വർണ്ണിക്കാനായിട്ട് ഭാവിക്കുന്നത്. ഭഗവാൻ സത്യഭാമയോടുകൂടി വസിക്കുന്ന ഗൃഹത്തിൽ വന്ന ഒരു ദിവസം ഇന്ദ്രൻ വന്ന് ആവലാതി പറയുന്നു. വരുണൻ്റെ വെൺകൊറ്റക്കൊട, അതിഥി മാതാവിൻ്റെ കുണ്ടലങ്ങൾ ഒക്കെ നരകാസുരൻ അപഹരിച്ചിരിക്കുന്നു. മാത്രമല്ല മഹാമേരുവിൽ ഇന്ദ്രനുള്ള മണിപർവ്വതം എന്ന സ്ഥാനവും നരകാസുരൻ അപഹരിച്ചു. ഇന്ദ്രൻ ദിക്പാലകന്മാരുടെ അധിപനായതുകൊണ്ട് വരുണന് പറ്റിയ അപമാനം ഇന്ദ്രനാണ് അത് ബാധിച്ചത്. വരുണൻ്റെ വെൺകൊറ്റക്കൊടയാണ് നരകാസുരൻ മോഷ്ടിച്ചതെങ്കിലും അതിന് അപമാനമൊക്കെ ഇന്ദ്രനാണ് വേണ്ടി വന്നിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്ത നരകാസുരനെ വധിക്കണമെന്ന് ഇന്ദ്രൻ്റെ പ്രാർത്ഥന ഭഗവാനോട്. ഇത് കേട്ട് ഭഗവാൻ സത്യഭാമയോട് കൂടിയിട്ട് ഗരുഡാരൂഢനായിട്ട് നരകാസുരൻ്റെ പ്രാഗ്ജ്യോതിഷപുരത്തിലേക്ക് പുറപ്പെട്ടു. ഇന്ദ്രൻ വന്ന് അവലാതി പറയുമ്പോഴേക്കും ഭഗവാൻ ഗരുഡനെ സ്മരിച്ചു. ഗരുഡൻ വന്നു കഴിഞ്ഞപ്പോൾ ഗരുഡൻ്റെ പുറത്ത് കയറി സത്യഭാമയോട് കൂടിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നരകാസുരൻ്റെ പുരത്തിലേക്ക് പോയി. ദിവ്യമായിട്ടുള്ള പുരമാണത്. പ്രാഗ്ജ്യോതിഷപുരം എന്നാണ് അതിൻ്റെ പേര്. നരകാസുരവധം പോലും ഒരു വിനോദയാത്രയ്ക്ക് പോകുന്ന ലാഘവത്തോട് കൂടിയിട്ടാണ് ഭഗവാൻ പോയി ചെയ്തത്. സത്യഭാമയോട് കൂടിയിട്ടാണ് പോയത്. ഈ നരകാസുരനെ വധിക്കാനൊന്നും ഒരു യുദ്ധപരിശ്രമം ഒന്നും വേണ്ടതില്ല എന്ന് ഇന്ദ്രനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഭഗവാൻ സത്യഭാമയോട് കൂടിയിട്ട് പുറപ്പെട്ടത്. അത് മാത്രമല്ല, ചില ആചാര്യന്മാർ പറയാറുണ്ട്, ഒരിക്കൽ നാരദ മഹർഷി ഒരു പാരിജാതത്തിൻ്റെ പുഷ്പം ശ്രീകൃഷ്ണ ഭഗവാന് കൊണ്ടുവന്ന് കൊടുത്തു.
അത് ഭഗവാൻ രുക്മിണി ദേവിക്ക് കൊടുത്തു. രുക്മിണി ദേവിക്ക് പാരിജാതത്തിൻ്റെ പുഷ്പം കൊടുത്തപ്പോൾ സത്യഭാമയ്ക്ക് അത്ര ഇഷ്ടമായില്ല. അപ്പോൾ ഭഗവാൻ രഹസ്യമായിട്ട് സത്യഭാമയോട് പറഞ്ഞു, നിനക്ക് ഞാൻ പാരിജാതം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് തരാം എന്നൊക്കെ വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര സത്യഭാമയോട് കൂടി പുറപ്പെടുന്നത്. ഒപ്പം തന്നെ ഭൂമിദേവിയുടെ പുത്രനാണ് നരകാസുരൻ. ഹിരണ്യാക്ഷനുമായ സംസർഗം കൊണ്ട് ഭൂമിദേവിക്ക് കുറച്ചൊരു മാലിന്യമുണ്ടായതുകൊണ്ട് ഉണ്ടായ പുത്രനാണ് നരകാസുരൻ. അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നരകാസുരനെ വധിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭൂമിദേവിയുടെ അവതാരമായ സത്യഭാമയും കൊണ്ട് ഭഗവാൻ നരകാസുരവധത്തിന് പുറപ്പെട്ടു. നരകാസുരൻ്റെ പുരത്തിലെ ശത്രുക്കൾ കടക്കാതിരിക്കാനായിട്ട് അനവധി ദുർഗങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. പുരത്തിന് ചുറ്റും ഒന്നാമതായിട്ട് പർവ്വതങ്ങളുണ്ട്. അവ കടന്ന് ഉള്ളിൽ കടന്നാൽ പിന്നെ പർവ്വതങ്ങൾക്ക് തുല്യമായിട്ട് ഉയർന്ന മതിലുകൾ 4 ഭാഗത്തും ഉണ്ട്. അതിൻ്റെ മുകളിൽ സ്പർശം കൊണ്ട് തന്നെ മുറിവേൽക്കാൻ പാകത്തിനുള്ള ശസ്ത്രങ്ങൾ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അഗാധമായിട്ടുള്ള കിടങ്ങുകളുണ്ട് ചുറ്റും. അതും കടന്നാൽ 4 ഭാഗത്തും ജ്വലിപ്പിച്ചതായിട്ടുള്ള അഗ്നി, അതും കടന്നാൽ ചക്രം പോലെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചുഴലിക്കാറ്റ്, അതും കടന്നാൽ ബലാത്കാരേണ വരിഞ്ഞു കെട്ടുന്ന എന്നാൽ മുറിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള മുരാസുരൻ്റെ പാശങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ദുർഗങ്ങളുള്ള അതിഭയങ്കരമായിട്ടുള്ള ആ പുരത്തിൽ സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഗരുഡവാഹനായിട്ട് ആ പുരത്തിലേക്ക് പ്രവേശിച്ചു. സകല ദുർഗങ്ങളെയും തകർത്ത് അകത്തേക്ക് പ്രവേശിച്ചു. ഭഗവാൻ പാഞ്ചജന്യം മുഴക്കിയപ്പോൾ അത് കേട്ട് അവിടെയുള്ള ജലാശയത്തിൽ ശയിച്ചുകൊണ്ടിരുന്ന 5 തലയുള്ള മുരാസുരൻ യുദ്ധത്തിനായിട്ട് വരുന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. ആ യുദ്ധത്തിൽ നിഷ്പ്രയാസം ഭഗവാൻ മുരാസുരനെ വധിക്കുന്നു. മുരനെ വധിച്ചപ്പോൾ മുരൻ്റെ പുത്രന്മാരായിട്ടുള്ള 7 പേര് അച്ഛനെ വധിച്ചതിനുള്ള പ്രതികാരവുമായിട്ട് വരുന്നു. ഭഗവാൻ ആ താമരൻ മുതലായിട്ടുള്ള 7 പേരെയും പ്രയാസം വധിക്കുന്നു. ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നരകാസുരൻ. നരകാസുരൻ ഭഗവാനെതിരെ യുദ്ധത്തിനായിട്ട് വരുന്നു. അതിഗംഭീരമായ യുദ്ധത്തിൽ നരകാസുരനെയും ഭഗവാൻ നിഗ്രഹിച്ചു. ലോകർക്ക് മുഴുവൻ, സജ്ജനങ്ങൾക്ക് മുഴുവൻ നാശം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുരനെ വധിച്ചപ്പോൾ മഹർഷിമാരും ദേവന്മാരും ഒക്കെ സ്തുതിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി ചെയ്യുന്നു. ഭൂമിദേവി, നരകാസുരൻ്റെ അമ്മയായിട്ടുള്ള ഭൂമിദേവി വന്ന് നരകാസുരൻ മോഷ്ടിച്ചു കൊണ്ടുപോയ സകല ദിവ്യ വസ്തുക്കളും ഭഗവാന്റെ കാൽക്കലിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുന്നു. നമസ്തേ ദേവദേവേശ ശംഖചക്രഗദാധര ഭക്തേക്ഷോപാത്തരൂപായ പരമാത്മൻ നമോസ്തുതേ. ബ്രഹ്മാദിദേവന്മാർക്കും ഈശ്വരനായിരിക്കുന്ന ശംഖചക്രഗദാദികൾ ധരിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങേക്ക് നമസ്കാരം. ഭക്തന്മാരുടെ സകലാഭീഷ്ടങ്ങളും നൽകുവാനായിട്ട് അവതരിച്ചിരിക്കുന്ന പരമാത്മാവായിട്ടുള്ള ഭഗവാനെ അങ്ങയുടെ പാദങ്ങളിൽ ഞാൻ വീണ്ടും നമസ്കരിക്കുന്നു. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാഘ്രയേ. ബ്രഹ്മാവിന് ഉൽപ്പത്തിസ്ഥാനമായിട്ടുള്ള താമരപ്പൂവ് നാഭിയിൽ ധരിച്ചിരിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. താമരപ്പൂ കൊണ്ട് കെട്ടിയിരിക്കുന്ന, മാല കൊണ്ട് ശോഭിക്കുന്ന ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. പങ്കജാക്ഷ, താമരതളം പോലെ മനോഹരമായ കണ്ണുകളോട് കൂടിയിട്ടുള്ള ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. താമരപ്പൂ പോലെ മൃദുവായ കാലടിയോടുകൂടിയ ഭഗവാനെ അങ്ങയ്ക്ക് നമസ്കാരം. നമോ ഭഗവതേ തുഭ്യം വാസുദേവായ വിഷ്ണവേ പുരുഷായ അതിബീജായ പൂർണ്ണബോധായ തേ നമ. എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിൻ്റെയും സ്ഥാനമായിരിക്കുന്ന, സർവാശ്രയമായിരിക്കുന്ന, സർവവ്യാപിയായിരിക്കുന്ന ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. ലോകങ്ങളുടെ സൃഷ്ടിക്ക് സാധനഭൂതങ്ങളാകുന്ന, പഞ്ചഭൂതങ്ങളാകുന്ന കാര്യങ്ങളുടെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനും അതിനാൽ സർവകാരണങ്ങൾക്കും കാരണമായിട്ടുള്ള പ്രജ്ഞാനഹന സ്വരൂപനായിട്ടുള്ള ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. അജായജനയിത്രയേസ്യ ബ്രഹ്മണേനന്ദശക്തയേ പരാവരാത്മൻ ഭൂതാത്മൻ പരമാത്മൻ നമോസ്തുതേ. പരാവരാത്മൻ, കാരണമായിട്ടും കാര്യമായിട്ടും ഇരിക്കുന്ന ഭഗവാനെ. ഭൂതാത്മൻ, സകല ഭൂതങ്ങളുടെയും സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ. പരമാത്മൻ, സർവാന്തര്യാമിയായിരിക്കുന്ന ഭഗവാനെ. അനന്തശക്തയേ, അനന്തയായ ശക്തിയോട് കൂടിയവനായിരിക്കുന്ന. ബ്രഹ്മണേ,
ബ്രഹ്മം തന്നെയായിരിക്കുന്ന അസ്യ ജനയിത്രേ, ഇതിൻ്റെ ജനയിതാവും അജായ ജന്മമില്ലാത്തവനും ആയിരിക്കുന്ന തേ നമോസ്തു, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. സർവചരാചര സ്വരൂപമായിരിക്കുന്ന ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ ഭഗവാനെ അവിടുന്ന് തന്നെയാണ്. സർവചരാചര സ്വരൂപമായിരിക്കുന്ന ഈ ലോകത്തെ സൃഷ്ടിച്ചവനും സ്വയം ജന്മാദിഹീനനും അനന്തശക്തനും ബ്രഹ്മസ്വരൂപനും സർവാന്തരിയുമായിരിക്കുന്ന സർവഭൂതസ്വരൂപനായിരിക്കുന്ന കാര്യകാരണമായിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങയ്ക്ക് നമസ്കാരം. ത്വം വൈ ശുശ്രൂരജ ഉൽക്കടം പ്രഭോ തമോ നിരോധായ വിഭർഷ്യ സംവൃത സ്ഥാനായ സത്വം ജഗതോ ജഗൽപതേ കാലപ്രധാനം പുരുഷോ ഭവാൻ പര. ലോകനാഥനായിട്ടുള്ള ഭഗവാനെ, ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് ഇച്ഛിച്ച അവിടുന്ന് രജോഗുണപ്രധാനമായിരിക്കുന്ന ബ്രഹ്മാവിൻ്റെ സ്വരൂപം ധരിച്ച് സൃഷ്ടിക്കുന്നു. സംഹരിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ തമപ്രധാനമായിരിക്കുന്ന രുദ്രരൂപമെടുത്ത് സംഹരിക്കുന്നു. പരിപാലിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സത്വപ്രധാനമായിരിക്കുന്ന വിഷ്ണുരൂപത്തെ ധരിച്ചുകൊണ്ട് സംരക്ഷിക്കുന്നു. കാലമായും പ്രധാനമായും ജീവനായിരിക്കുന്ന അങ്ങ് അവയ്ക്കെല്ലാം പരനുമായിട്ടും ഇരിക്കുന്നു. അഹം പയോ ജ്യോതിരഥാനിലോ നഭോ മാത്രാണി ദേവാമന ഇന്ദ്രിയാണി കർത്താമഹാനിത്യഖിലം ചരാചരം ത്വയി അദ്വിതീയേ ഭഗവന്നയം ഭ്രമ. ഭഗവാനെ, ഭഗവാനല്ലാതെ അന്യമായിട്ട് ഒന്നുമില്ല. എന്നാലും പൃഥിവ്യാപസ്തേജുവായുരാകാശങ്ങളും ശബ്ദാദി വിഷയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേവതകളും മനസ്സ്, ഇന്ദ്രിയങ്ങൾ, അഹങ്കാരം, ബുദ്ധി ഇവയും അടങ്ങിയിരിക്കുന്ന സമസ്തമായിട്ടുള്ള ചരാചരവും അദ്വിതീയനായ ഭഗവാനിൽ തോന്നുന്ന ഭ്രമം മാത്രമാകുന്നു. കയറ് കണ്ട് പാമ്പാണെന്ന് വിചാരിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജ്ഞാനമുണ്ടാവുമ്പോൾ കയറ് മാത്രമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെടുന്നു. ഇതുപോലെ യഥാർത്ഥ ജ്ഞാനം ഉദിക്കുമ്പോൾ ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല, ഈ ലോകത്തിന് തന്നെ ഒടുമ്പാവുമായത് ഭഗവാൻ തന്നെയാണെന്ന് ബോധ്യം വരുന്നു. തസ്യാത്മജോയം തവ പാദപങ്കജം ഭീതപ്രപന്നാർത്തിഹരോപസാദിത തൽപാലയൈനം ഗുരുഹസ്തപങ്കജം ശിരസ്യമുഷ്യാഖിലകൽമഷാവഹം. പ്രപന്നാർത്തിഹര എന്ന് ഭഗവാനെ സംബോധന ചെയ്യുന്നു. ശരണം പ്രാപിക്കുന്ന സകലരുടെയും ദുഃഖത്തെ തീർക്കുന്ന ശ്രീഹരെ, ശരണം പ്രാപിച്ചവരുടെ ദുഃഖത്തെ തീർക്കുന്ന ഭഗവാനെ, അങ്ങ് വധിച്ചതായ നരകാസുരൻ്റെ പുത്രനാണ് ഈ ഭഗദത്തൻ. പിതൃവധം നിമിത്തം ഭയപ്പെട്ടിരിക്കുന്ന ഈ ഭഗദത്തനെ അനുഗ്രഹിക്കണേ. ഞാൻ അങ്ങയുടെ പാദപത്മങ്ങളിൽ ഈ ഭഗദത്തനെ സമർപ്പിക്കുന്നു. ഇവനെ രക്ഷിക്കണേ. സകല ദോഷങ്ങളും നശിപ്പിക്കുന്ന ഭഗവാന്റെ കരകമലം ഇവൻ്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിക്കണേ. കുരുഹസ്തപങ്കജം ശിരസ്യമുഷ്യാഖില കൽമഷാപഹം എന്നിങ്ങനെ ഭൂമിദേവി ഭഗവാന്റെ തൃപാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഭൂമിദേവിയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നു. ഭഗദത്തിനെയും അഭയം നൽകി അനുഗ്രഹിക്കുന്നു. പിന്നെ കാരാഗൃഹം തുറക്കുന്നു. അനവധി കന്യകമാരെയാണ് നരകാസുരൻ കാരാഗൃഹത്തിൽ പിടിച്ചുകൊണ്ടുവന്നിട്ടിരിക്കുന്നത്. ആ കന്യകമാരുടെ സമ്മതമില്ലാതെ അവരെ തൊട്ടുകഴിഞ്ഞാൽ തല പൊട്ടിത്തെറിച്ചു പോകുമെന്നൊരു ശാപമുള്ളത് കൊണ്ട് എന്നെങ്കിലും നരകയാതന അനുഭവിക്കുന്ന സമയത്ത് ഈ കന്യകമാരൊക്കെ തന്നെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കുന്നു വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള നരകാസുരൻ്റെ കാരാഗൃഹം തുറന്നു. ആ കന്യകമാരൊക്കെ ഭഗവാനെ കണ്ടു. ഭഗവാന്റെ കാലത്തിൽ വീണ് നമസ്കരിച്ചു. ഇനിയുള്ള കാലം മുഴുവൻ ഭഗവാന്റെ ദാസിമാരായിട്ട് ജീവിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. ഇനി ഞങ്ങളെ വേറെ ആരും സ്വീകരിക്കില്ല. ഞങ്ങളെയൊക്കെ അവിടുന്ന് സ്വീകരിക്കണേ, അവിടുത്തെ ദാസിമാരായിട്ട് സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമസ്കരിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ദാസിമാരായിട്ടല്ല നിങ്ങളെ എൻ്റെ പ്രിയതമകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ള ഭാവത്തിൽ 16,100ഓളം കന്യകമാരെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ദ്വാരകയിലേക്ക് എത്തിച്ച് ഒരേ മുഹൂർത്തത്തിൽ ഉപയേമേ യഥാവിധി, വിധിയാവണ്ണം ഒരേ സമയത്ത് ഒരേ മുഹൂർത്തത്തിൽ അവരെയൊക്കെ ഭഗവാൻ വിവാഹം കഴിക്കുന്നു. ഈ കന്യകമാർ അഥവാ ഈ പെൺകുട്ടികളൊക്കെ ഭഗവാൻ വിവാഹം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ അധപ്പതിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയൊരു സാമൂഹ്യ സേവനം കൂടിയായിരുന്നു ഭഗവാന്റെ ആ വിവാഹം.
ഒരേ സമയത്ത് അത്രയും വേഷം ധരിച്ചുകൊണ്ട് ജഗദീശ്വരനായ ഭഗവാൻ അവരെയൊക്കെ വിവാഹം കഴിക്കുന്ന രംഗം. സ്വരൂപാനന്ദത്തിൽ ലയിച്ചിരിക്കുന്ന ആളാണ് ഭഗവാൻ. എന്നാലും 16,108 ഗ്രഹങ്ങളിൽ അവരുടെയൊക്കെ ഭർത്താവായിട്ട് ഭഗവാൻ എങ്ങനെ വിരാജിച്ചുകൊണ്ടിരിക്കുന്നു. തനിക്ക് വേണ്ടിയായിരുന്നില്ല ഭഗവാൻ ഇതൊക്കെ ചെയ്തിരുന്നത്. തന്നെ ആശ്രയിച്ച ഭക്തകളുടെ ആഗ്രഹമനുസരിച്ച് അവരെയൊക്കെ അനുഗ്രഹിച്ചു. ബ്രഹ്മാദി ദേവന്മാർക്ക് പോലും കിട്ടാത്ത ദിവ്യമായ സൗഭാഗ്യമായിരുന്നു ആ ഭാര്യമാർക്ക്. ഈ ഭഗവാന്റെ ഭാര്യമാർക്ക് ഓരോരുത്തർക്കും അവരെ ശുശ്രൂഷിക്കാനായിട്ട് 100 ദാസിമാരുണ്ട്. എന്നാലും ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ ഓരോ സേവയും ആ ദാസിമാരെ കൊണ്ടായിരുന്നില്ല ഭഗവാന്റെ പത്നിമാർ ചെയ്യിപ്പിച്ചിരുന്നത്. അവർ നേരിട്ട് ഭഗവാനെ ശുശ്രൂഷിച്ചിരുന്നു. ജഗൽഗുരും ഭർത്തൃബുദ്ധ്യാ താസാം കിം വർണ്യതേ തപ. ജഗൽഗുരുവായിട്ടുള്ള ജഗദീശ്വരനായ ഭഗവാനെ ഭർത്തൃബുദ്ധിയ ശുശ്രൂഷിച്ചുകൊണ്ട് ആ ഭാര്യമാർ ചെയ്ത തപസ്സിനെക്കുറിച്ച് എന്തു പറയണ്ടു? താസാം കിം വർണ്യതേ തപ എന്നിനി പറയാൻ പോകുന്നുണ്ട്. അങ്ങനെ ത്രിലോകീഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാന്റെ ദിവ്യമായ ദാമ്പത്യത്തെ അനുസ്മരിക്കുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുരുവായൂരപ്പാ ശരണം. ഗുരുഭ്യോ നമ. 60-ാമത്തെ അധ്യായം കരിഹിച്ചിൽ അധ്യായം എന്ന് പ്രസിദ്ധമായതാണ്. രുക്മിണി ദേവിയും ഭഗവാനും തമ്മിലുള്ള ഒരു പ്രണയകലഹമാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. കൊട്ടിയൂർ പെരുമാൾ ക്ഷേത്രത്തിൽ മഹാദേവനെ എത്ര കേട്ടാലും മതിയാവാത്ത ഭാഗവതത്തിലെ ഒരു ഭാഗമാണിത്. പണ്ട് പൂന്താനം തിരുമേനി ഭാഗവതം വായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കരിഹിച്ചിൽ അധ്യായം കഴിഞ്ഞു. അദ്ദേഹം അന്നത്തെ പാരായണം നിർത്തി. പുസ്തകമൊക്കെ അടച്ചു വെച്ച് അദ്ദേഹം അവിടുന്ന് പോയി. പിറ്റേ ദിവസം വീണ്ടും വായിക്കാനായിട്ട് വന്നപ്പോൾ വായിക്കേണ്ടത് കരിഹിച്ചിൽ അധ്യായമാണ്. ഇന്നലെ ഇത് വായിച്ചതാണല്ലോ, മറന്നുപോയതാവാം, ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വീണ്ടും വായിച്ചു. അടുത്ത ഭാഗങ്ങളൊക്കെ വായിച്ച് അദ്ദേഹം അന്നത്തെ പാരായണം നിർത്തി. പിറ്റേ ദിവസം വന്നപ്പോൾ വീണ്ടും കരിഹിച്ചിൽ അധ്യായം. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് സംശയം വന്നത്, ആരെങ്കിലും തന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പുസ്തകത്തിൽ അടയാളം മാറ്റി വയ്ക്കുകയാണോ. അദ്ദേഹം ഒളിച്ചു നോക്കി. അപ്പോഴാണ് 2 പേര് അവിടെ വന്നിരുന്ന് ഭാഗവതം വായിക്കും. ഒരാൾ ഭാഗവതം വായിക്കുന്നു, ഒരാൾ കേൾക്കുന്നു. ആ ദമ്പതിമാരിൽ ഭർത്താവ് ഭാഗവതം വായിക്കുന്നു, ഭാര്യ കേട്ടുകൊണ്ടിരിക്കുന്നു. മനസ്സിലായി, മഹാദേവൻ ശ്രീപാർവതിയോട് കൂടിയിട്ട് ദർശനം നൽകിയതാണെന്ന് മനസ്സിലായി. അത്രയും പ്രസിദ്ധമായതാണ്, അത്രയും പ്രാധാന്യമുള്ളതാണ്. ശ്രീ മഹാദേവന് പോലും കേട്ട് മതിയാവാത്ത ദിവ്യമായ ഭാഗവതത്തിലെ അധ്യായമാണ് കരിഹിച്ചിൽ അധ്യായം. ഭാഗവതത്തിലെ ഓരോ ഭാഗത്തിനും, ഓരോ പ്രകരണത്തിനും, ഓരോ അധ്യായത്തിനും സ്വതന്ത്രമായ നിലനിൽപ്പുണ്ട്. അത് കണ്ടെത്തണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു പ്രണയകലഹം മാത്രമല്ല, ഭാഗവതത്തിൻ്റെ മുഴുവൻ രഹസ്യം ഈ കരിഹിച്ചിൽ അധ്യായത്തിൽ ഒതുക്കിയിരിക്കുന്നു. ഒരിക്കൽ ഭഗവാൻ തൻ്റെ മനോഹരമായിട്ടുള്ള ശയനഗൃഹത്തിൽ, രുക്മിണി ദേവിയുടെ ഗൃഹത്തിൽ, കരിഹിച്ചിൽ എന്ന് ഈ അധ്യായത്തിന് പേര് വരാൻ കാരണം ഈ അധ്യായം തുടങ്ങുന്ന പദം കരിഹിച്ചിൽ എന്നാണ്, ഒരിക്കൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് കരിഹിച്ചിൽ അധ്യായം എന്ന് പേര്. കരിഹിച്ചിൽ സുഖമാസീനം സുതൽപസ്ഥം ജഗൽഗുരും പതിം പരിചരൽ ഭൈഷ്മി വ്യജനേന സഖീജനയേ. ഒരു ദിവസം ഭഗവാൻ രുക്മിണി ദേവിയുടെ ശയ്യയിൽ സുഖമായിട്ടിരിക്കുന്നു. സഖീജനങ്ങളെ കൊണ്ട് പലവിധ ശുശ്രൂഷകൾ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും അതിലൊന്നും തൃപ്തി വരാതെ രുക്മിണി ദേവി സ്വയം ചാവരമെടുത്ത് ഭഗവാന്റെ അടുത്ത് വന്ന് നിന്ന് വീശാൻ തുടങ്ങി. എന്തൊരു ഭാഗ്യമാണ് രുക്മിണി ദേവിക്ക് കിട്ടിയിരിക്കുന്നത്. ആരാണ് ഈ ഭഗവാൻ? യസ്ത്വേതല്ലീലയാ വിശ്വം സൃജത്യവതീശ്വര സഹി ജാതസ്വസേതൂനാം ഗോപീധായ ദുഷ്വജ. ഏതൊരു ഭഗവാനാണോ ലീലയാൽ ഈ വിശ്വത്തെ സൃജതി, അത്തി, അവധി, സൃഷ്ടിക്കുക, രക്ഷിക്കുക, സംഹരിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ ഭഗവാനാണ് ലോകമര്യാദകൾ നിലനിർത്താൻ വേണ്ടിയിട്ട്
യദുകുലത്തിലെ മനുഷ്യരൂപേണ അവതരിച്ചിരിക്കുന്നത്. ആ ഭഗവാനെ പൂജിക്കാനാണ്, ശുശ്രൂഷിക്കാനാണ് രുക്മിണി ദേവിക്ക് ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. എല്ലാം കൊണ്ടും മനോഹരമായ അന്തരീക്ഷം. തസ്മിൻ അന്തർഗൃഹേ ഭ്രാജൻ മുക്താദാമ വിളംബിന വിരാജിതേ വിതാനേന ദീപയർമണിമയൈരപി. മേലാപ്പ് കെട്ടി അലങ്കരിച്ചിരിക്കുന്ന ആ മുറിയിൽ മുത്തുമാലകൾ വരിവരിയായിട്ട് ഇഴഞ്ഞു കിടക്കുന്നുണ്ട്. രത്നമയങ്ങളായിരിക്കുന്ന അനേകം ഭദ്രദീപങ്ങൾ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. മല്ലിക മുതലായ ബഹുവിധ പുഷ്പങ്ങളെ കൊണ്ട് കെട്ടിയിരിക്കുന്ന മാലകൾ തൂക്കിയിട്ടിരിക്കുന്നുണ്ട്. അതിന്ന് സുഗന്ധം ഇങ്ങനെ പരക്കുന്നു എല്ലാ ഭാഗത്തും. ജനാലയിലൂടെ ചന്ദ്രിക പരന്ന് ആ ശയനഗൃഹത്തെ പാലാഴിയാക്കി മാറ്റിയിട്ടുണ്ട്. പാരിജാതത്തിൻ്റെ സുഗന്ധം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. രത്നപ്പിടിയോടുകൂടിയിട്ടുള്ള വെഞ്ചാവരം സഖിമാരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവരെയൊക്കെ അവിടുന്ന് മാറ്റി ഭഗവാന്റെ അടുത്ത് വന്ന് നിന്ന് രുക്മിണി ദേവി ഭഗവാനെ വീശുന്നു. എന്തൊരു തേജസ്സാ രുക്മിണി ദേവിക്ക്. സോപാച്യുതം കൊണയതീ മണിനൂപുരാഭ്യാം രേജേങ്കുലീയ വലയവ്യജനാഗ്രഹസ്ഥ വസ്ത്രാന്തഗൂഢകുചകുങ്കുമശോണഹാരഭാസാ നിദംബഹൃദയാ ച പരാർധ്യകാഞ്ച്യ. വീശുന്ന സമയത്ത് രുക്മിണി ദേവിയുടെ കൈകളിലും കാലുകളിലും ഇട്ടിരിക്കുന്ന വളകളുടെയും കാൽച്ചിലമ്പിൻ്റെയും ഒക്കെ മനോഹരമായിട്ടുള്ള ശബ്ദം. ശ്രീകൃഷ്ണ സമീപത്ത് നിൽക്കുന്ന രുക്മിണി ദേവി കൈ വിരലുകളിൽ ധരിച്ചിരിക്കുന്ന മോതിരങ്ങളെ കൊണ്ടും കൈകളിൽ അണിഞ്ഞിരിക്കുന്ന വളകളെ കൊണ്ടുമൊക്കെ വെഞ്ചാമരം കൊണ്ടുമൊക്കെ എന്തെന്നില്ലാത്ത സൗന്ദര്യം പ്രദർശിപ്പിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വസ്ത്രം കൊണ്ട് മറച്ചിരിക്കുന്ന കുചങ്ങളിലെ കുങ്കുമത്തിൻ്റെ ശോഭ അങ്ങനെ പരക്കുന്നുണ്ട്. മുത്തുമാലകളെ കൊണ്ടും അരയിൽ ധരിച്ചിരിക്കുന്ന വിലമതിക്കാനാവാത്ത അരഞ്ഞാണം കൊണ്ടുമൊക്കെ എന്തെന്നില്ലാത്ത ശോഭയാണ് ഇപ്പോൾ രുക്മിണി ദേവിക്ക്. രുക്മിണി ദേവിയെ ഭഗവാൻ ഇങ്ങനെ നോക്കി. മനുഷ്യലോകത്തിൽ ലീലാവിഗ്രഹം ഭഗവാൻ ധരിച്ചപ്പോൾ മനുഷ്യദേഹത്തോടു കൂടി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ലക്ഷ്മി ദേവി തന്നെയാണ് ഈ രുക്മിണി ദേവി. ഇങ്ങനെ ദേവനായിരിക്കുമ്പോൾ ദേവീ ശരീരത്തോടും മനുഷ്യനായിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തോടും കൂടിയിട്ട് എപ്പോഴും ഭഗവാനെ തന്നെ ഈ രുക്മിണി ദേവി ഈ ഭഗവതിയെ ആശ്രയിച്ചിരിക്കുന്നു. മുഖത്തിൽ പ്രകാശിക്കുന്ന ചൂർണകുന്തളം, കാതുകളിൽ കിടന്ന ആടുന്ന കുണ്ടലങ്ങൾ, കഴുത്തിൽ മിന്നുന്ന പതക്കം, മുഖത്തിൽ പ്രകാശിക്കുന്ന മന്ദഹാസമാകുന്ന അമൃതം എന്നിങ്ങനെയുള്ള ആഭരണങ്ങളാൽ ഏറ്റവും പ്രകാശിക്കുന്ന നിത്യസിദ്ധയായിട്ടുള്ള മഹാലക്ഷ്മിയുടെ മനുഷ്യ സ്വരൂപമായ രുക്മിണി ദേഹത്തെ നോക്കിയപ്പോൾ അത്യാനന്ദം അനുഭവിച്ചുകൊണ്ട് ഭഗവാൻ ശ്രീഹരി പുഞ്ചിരി തൂക്കിക്കൊണ്ട് രുക്മിണി ദേവിയോട് പറയാൻ തുടങ്ങി. രുക്മിണി ദേവി ഒന്ന് അടിമുടി നോക്കിയിട്ട് പറഞ്ഞു, രുക്മിണി ദേവിയുടെ ഈ കഷ്ടപ്പാട് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എത്ര 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 രാജാക്കന്മാരാണ് രുക്മിണി ദേവിയെ മോഹിച്ച് വന്നത്. ആ രാജാക്കന്മാരെ ഓരോരുത്തരും ഇന്ദ്രാദി ലോകപാലന്മാരെ പോലെ ഐശ്വര്യവും ദേഹകാന്തിയും യൗവനവും ഔദാര്യവും ദേഹബലവും ഒക്കെ ഉള്ളവരായിരുന്നു. അവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, ആ ശിശുമാലാദികളെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്നെ സ്വീകരിക്കേണ്ടി വന്നില്ലേ രുക്മിണി ദേവിക്ക് ഭർത്താവായിട്ട്? എന്ത് യോഗ്യത എനിക്കുള്ളത്? ഞാൻ രുക്മിണിയും തമ്മിൽ ഒരു യോജിപ്പില്ല. ഇങ്ങനെ കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വന്നില്ലേ രുക്മിണി ദേവിക്ക്? എൻ്റെ ആണെങ്കിൽ യയാതി മഹാരാജാവിനാൽ ശപിക്കപ്പെട്ട കുലമാണ്. രുക്മിണി ദേവിയാണെങ്കിൽ വൈദർഭിയല്ലേ? ശീലം സാധാരണക്കാർക്കൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ശീലങ്ങളാണ് എൻ്റെ. സാധാരണക്കാർക്കൊന്നും പിടികിട്ടാത്ത ശീലങ്ങളാണ് എൻ്റെ. വെണ്ണ കക്കുക, വാല് കക്കുക, പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിക്കുക, പെൺകുട്ടികളെ തന്നെ മോഷ്ടിക്കുക, ഇതാരാ അംഗീകരിക്കുക? രൂപം ശ്യാമസുന്ദരൻ എന്നാണ് എൻ്റെ പേര്. സാധാരണക്കാരിൽ നിന്ന് ഭിന്നനായിട്ട് ഗോപിക്കുറിയും പീലിയും ഒക്കെ ചൂടി നടക്കുന്ന ശ്യാമസുന്ദരൻ എന്നൊക്കെ എൻ്റെ പേര്. എന്ത് സൗന്ദര്യം എനിക്കുള്ളത്? അങ്ങനെയുള്ള എന്നെ രുക്മിണി ദേവിക്ക് സ്വീകരിക്കേണ്ടി വന്നു. വിദ്യാഭ്യാസം ഒട്ടും ഉണ്ടായിട്ടില്ല. പശുക്കളുടെ പിന്നാലെ നടക്കുക എന്നല്ലാതെ എന്ത് വിദ്യാഭ്യാസം ഉണ്ടായത്? 64 ദിവസമാണ് സാന്ദീപനി ആശ്രമത്തിൽ 64 സ്വാധ്യായ ദിനങ്ങളാണ് കഴിച്ചുകൂട്ടിയത്. ഈ 64 ദിവസങ്ങളെ കൊണ്ടൊക്കെ എന്ത് പഠിക്കാനാണ്? അങ്ങനെയുള്ള എന്നെ രുക്മിണി ദേവിക്ക് സ്വീകരിക്കേണ്ടി വന്നില്ലേ?
ഇനി ഇതൊന്നുമില്ലെങ്കിലും സമ്പത്തുണ്ടായിരുന്നാൽ മതിയായിരുന്നു. നിഷ്കിഞ്ചന വയം ശശ്വൽ നിഷ്കിഞ്ചന ജനപ്രിയ. എനിക്ക് ഒന്നുമില്ല, എൻ്റേതായിട്ട് ഒന്നുമില്ല, ദരിദ്രനാണ് ഞാൻ എന്ന് മാത്രമല്ല എൻ്റെ കൂടെയുള്ളവർക്കും ഒന്നുമില്ല. എൻ്റെ കൂട്ടുകാരും അധികവും ഇതുപോലെ ദരിദ്രരായിട്ടുള്ളവരാണ്. അധികാരമില്ല, താമസിക്കാൻ സ്വന്തമായ സ്ഥലമില്ല. രാജാക്കന്മാരെ പേടിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിലെ പേടിത്തൊണ്ടനായിട്ട് ജീവിക്കുന്ന എന്നെ രുക്മിണി ദേവിക്ക് സ്വീകരിക്കേണ്ടി വന്നില്ലേ? ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആ ശിശുപാലാദികൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവും. അതിൽ നല്ല ആളെ നോക്കിയിട്ട് രുക്മിണി ദേവിക്ക് സ്വീകരിക്കാം എന്ന് ഭഗവാൻ തമാശയായിട്ട് ഇങ്ങനെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ തമാശ രുക്മിണി ദേവിക്ക് ഗൗരവമായിട്ട് മാറി. ആകെയായിട്ട് ഭയപ്പെട്ടു പോയി. ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ കണ്ണുനിന്ന് കുടുകുടുന്നതിന് കണ്ണീരൊഴുകാൻ തുടങ്ങി. ആ കണ്ണീര് കൊണ്ട് സ്ഥലങ്ങളിലെ കുങ്കുമം മുഴുവൻ കഴുകിക്കളയുന്ന രീതിയിലാണ്. പാദത്തിലെ നഖം കൊണ്ട് ഭൂമിയിൽ ചിത്രം വരച്ചുകൊണ്ടാണ് രുക്മിണി ദേവി ഭൂമി അങ്ങോട്ട് കുഴിച്ച് ഭർത്താവിന് പ്രിയപ്പെട്ടവളല്ലാത്ത, ഭർത്തൃപ്രിയം നേടാൻ കഴിയാത്ത താൻ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് താന്നു പൊക്കോട്ടെ, ഇനി എന്തിനാ ഈ കുജങ്ങളിലൊക്കെ കുങ്കുമം, അത് മുഴുവൻ കഴുകിക്കളഞ്ഞേക്കാം എന്നുള്ള ഭാവത്തിൽ ഒക്കെ നിൽക്കുന്ന രുക്മിണി ദേവി പേടിച്ച് ശരീരം മുഴുവൻ അങ്ങോട്ട് ശോഷിച്ചു പോയി. കൈകളിലെ വളകളൊക്കെ ഊരിപ്പോയി. കാറ്റത്ത് രംഭേവ വായുവിഹത, കാറ്റത്ത് വാഴകളൊക്കെ ഒലഞ്ഞ് താഴത്ത് വീഴുന്ന പോലെ താഴത്താണ് വീണു രുക്മിണി ദേവി. അപ്പോഴേക്കും ഭഗവാൻ വാരിയെടുത്തു. താം ഉത്ഥാപ്യ ചതുർഭുജ, 4 കൈകളെ കൊണ്ട് വാരിയെടുത്തു കഴിഞ്ഞു. രുക്മിണി ദേവിയെ മടിയിൽ കിടത്തി മുടി കെട്ടിക്കൊടുക്കുന്നു, കണ്ണീര് തുടയ്ക്കുന്നു, കവിളത്ത് തലോടുന്നു, ഗാഠഗാഠം ആലിംഗനം ചെയ്യുന്നു. ഇതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു 4 കൈകൾ, എല്ലാം ഒരേ സമയത്ത് ചെയ്യാനായിട്ട് 4 കൈകൾ. മറ്റുള്ള പുരാണങ്ങളിൽ പറയും കൃഷ്ണാവതാരത്തിൽ 2 കൈകൾ മാത്രമേ ഉള്ളൂ എന്ന്. എന്തൊക്കെ പുരാണങ്ങളിൽ പറഞ്ഞാലും ആവശ്യം വന്നാൽ ഭക്തന്മാരെ വീഴ്ചകളിൽ നിന്ന് വാരിയെടുക്കാൻ ഭഗവാന് ആയിരക്കണക്കിന് കൈകളുണ്ടാവും എന്ന് ഉച്ചൈസ്ഥലം പ്രഖ്യാപിച്ചുകൊണ്ടാണ് 4 കൈകളെ കൊണ്ടും ഭഗവാൻ രുക്മിണി ദേവിയെ വാരിയെടുത്ത് ആശ്വസിപ്പിക്കുന്നത്. എന്തിനാ ഭഗവാൻ ഇങ്ങനെയൊക്കെ നർമ്മസല്ലാപം നടത്തിയത്? തദ്ദർപ്പഘ്ന ഉപാരമൽ, രുക്മിണി ദേവിയുടെ ദർപ്പത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ആദ്യം പറഞ്ഞത്. രുക്മിണി ദേവിക്കൊരു വിചാരം, ഭഗവാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അതിപ്രേമം കൊണ്ടാണ് എപ്പോഴും വിട്ടുപിരിയാതെ തൻ്റെ കൂടെ ഉണ്ടാകുന്നത്. ഭാമ തുടങ്ങിയിട്ടുള്ള മറ്റ് ഭാര്യമാരോട് ഇടയ്ക്കിടയ്ക്ക് കലഹമൊക്കെ പതിവുണ്ട്. എപ്പോഴും അവർക്ക് ഭഗവാനെ സ്വന്തമായി കിട്ടാറില്ല. തൻ്റെ അടുത്താണെങ്കിൽ എപ്പോഴും ഉണ്ട്. തന്നെയാണ് ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ള മതം രുക്മിണി ദേവിക്കുണ്ട്. അത് തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള വാക്കുകൾ പ്രയോഗിച്ചു. പക്ഷേ രുക്മിണി ദേവിക്ക് ആ വാക്കുകൾ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. വൃന്ദാവനവാസികൾ ഭഗവാൻ മധുരയിലേക്ക് പോകുന്ന സമയത്ത് ആ വിരഹം സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗോവിന്ദ, ദാമോദര, മാധവ എന്നൊക്കെ ഉറക്ക കരയുണ്ടായി. കുറച്ച് ജനങ്ങളൊക്കെ ദേഹം വെടിയുണ്ടായി. എന്നാൽ മറ്റുള്ള ഗോപിമാരും മറ്റുള്ള വൃന്ദാവനവാസികളൊക്കെ ഗോവിന്ദ, ദാമോദര, മാധവ എന്നിങ്ങനെ നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ് പിന്നെയുള്ള കാലം കഴിച്ചു കൂട്ടിയത്. ഇവിടെ രുക്മിണി ദേവിക്ക് വാക്കുകൊണ്ടുപോലും ഭഗവാൻ തന്നെ വിട്ടുപിരിയുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. രുക്മിണി ദേവി ഉപേക്ഷിക്കാൻ പോകുന്നു, രുക്മിണി ദേവി പൊക്കോളൂ എന്ന് വാക്കുകൊണ്ട് പറയുന്നത് പോലും സഹിക്കാൻ കഴിയാതെ തളർന്നു വീണ് കഴിഞ്ഞിരിക്കുന്നു. അത്രയും ഭഗവാനിൽ മനസ്സുറപ്പിച്ച ഈ മഹതിയെക്കുറിച്ച് എന്തു പറയണ്ടു? ഇതുപോലെ ഭഗവാനെ ഭജിക്കുന്ന ഭക്തന്മാർക്ക് ഹൃദയത്തിലുണ്ടാവുന്ന അഹങ്കാരത്തിൻ്റെ കണികകൾ ഇതുപോലുള്ള അനുഭവങ്ങൾ നൽകിക്കൊണ്ട് ഭഗവാൻ നശിപ്പിക്കും. എന്നാൽ ആ അനുഭവങ്ങളിൽ പെട്ട് വട്ടം തിരിഞ്ഞ് താഴത്ത് വീഴാനായിട്ട് ഭാവിക്കുമ്പോഴേക്കും ഇതുപോലെ ഭഗവാൻ നമ്മളെയും വാരിയെടുത്ത് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കരകയറ്റും, ഭഗവാന്റെ സ്വന്തമാക്കി തീർക്കും. എന്താ രുക്മിണി ഇങ്ങനെയൊക്കെ? മാമാ വൈദർഭ്യസൂയേഥ, എന്നോട് പരിഭവം ഉണ്ടാവരുതേ, ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കരുതേ.
ഒരു തമാശയായിട്ട് പറഞ്ഞതാണല്ലോ. ഞാൻ ഇതുവരെ രുക്മിണി ദേവി ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ല. രുക്മിണി ദേവി ഒന്ന് ദേഷ്യപ്പെട്ട് പല്ല് കടിച്ച് കണ്ണുരുട്ടി വീഴ്ചയൊക്കെ വർത്തമാനം പറയുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ തമാശ പറഞ്ഞത്. അപ്പോഴും രുക്മിണി ദേവിയുടെ ആ ഭാവം കാണാൻ പറ്റിയില്ലല്ലോ. അയം ഹി പരമോ ലാഭോ ഗൃഹേഷു ഗൃഹമേധിനാം. ഇതല്ലേ ഗൃഹസ്ഥന്മാർക്ക് ഒരു ലാഭമായത്. വല്ലപ്പോഴൊക്കെ ഒന്ന് പിണങ്ങുക, ആ പിണക്കം കഴിഞ്ഞുണ്ടാവുന്ന ഇണക്കത്തിന് ഒരു സ്വാദ് കൂടും, മാധുര്യം കൂടും. അതിനൊക്കെ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഇതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ല രുക്മിണി ദേവിക്ക്. ഇങ്ങനെ തമാശ പറയുന്നത് പോലും മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെയില്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രുക്മിണി ദേവിയെ ആശ്വസിപ്പിക്കുന്നു. ഇപ്പോൾ രുക്മിണി ദേവിക്ക് സമാധാനമായി. പ്രിയത്യാഗഭയം ജഹൗ, പ്രിയനായ ഭഗവാൻ തന്നെ ത്യജിക്കുന്നു എന്നുള്ള ഭയത്തെ ത്യജിച്ചു രുക്മിണി ദേവി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഭഗവാൻ മോഹിച്ച പോലെ രുക്മിണി ദേവി വർത്തമാനം പറയുന്നു. ചിലപ്പോൾ കണ്ണുരുട്ടി വീഴ്ചിട്ടുണ്ടാവും, പല്ല് കടിച്ചിട്ടുണ്ടാവാം, ആ സാരിയൊക്കെ ഒന്ന് മുകളിലേക്ക് കയറ്റി കുത്തിയിട്ടുണ്ടാവാം, എന്നെ ഉപേക്ഷിക്കുമെന്ന് കാണണമല്ലോ എന്ന ഭാവത്തിൽ ഭഗവാൻ തൻ്റെ ദോഷമായിട്ട് പറഞ്ഞ 16 കാര്യങ്ങൾ ഗുണങ്ങളായിട്ട് രുക്മിണി ദേവി വ്യാഖ്യാനിക്കുന്നു. ജന്മല്ലാത്ത കർമ്മല്ലാത്ത ഭഗവാൻ എന്ത് കുലമാണ്, സർവാന്തര്യാമിയായിട്ടുള്ള പരബ്രഹ്മസ്വരൂപനായ ഭഗവാൻ എന്ത് കുലമാണ്. ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവതരിച്ചു യദുകുലത്തിൽ. അതുകൊണ്ട് യദുകുലം ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി തീർന്നിരിക്കുന്നു. യദോർ വംശം നരശ്രുത്വ സർവപാപൈ പ്രമുച്യത എന്ന് നവമസ്കന്ധത്തിൻ്റെ അവസാനം പറഞ്ഞതാണല്ലോ. ഭഗവാൻ അവതരിച്ചപ്പോൾ യദുകുലത്തിലെ രാജാക്കന്മാരുടെ പേര് പറയത്തിൽ പോലും പാപം നശിപ്പിക്കുന്നതായിട്ട് മാറി. ഭഗവാൻ അവതരിച്ചതുകൊണ്ട്, നരാകൃതി കൊണ്ട് അവതരിച്ചതുകൊണ്ട് യദുകുലത്തിലെ രാജാക്കന്മാരുടെ പേര് കേട്ടാൽ മതി പാപം നശിക്കും. ഗോപിമാരതല്ലേ പാടിയത്? ജയതി തേധികം ജന്മനാവ്രജ എന്നിങ്ങനെ ഗോപിമാരും പാടി. ഭഗവാന്റെ ശീലങ്ങൾ മറ്റുള്ളവർക്ക് അനുകരിക്കാൻ പാകത്തിനുള്ളതല്ല. ദിവ്യങ്ങളാണ് ഭഗവാന്റെ ലീലകൾ ഓരോന്നും. സാധാരണക്കാർ മോഷണം നടത്തുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഭഗവാൻ വെണ്ണ കട്ടു, പാല് കെട്ടു, പെൺകുട്ടികളുടെ വസ്ത്രം മോഷ്ടിച്ചു, പെൺകുട്ടികളെ മോഷ്ടിച്ചു. വാച്യാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഇതൊന്നും ശരിയല്ല. പക്ഷെ ആചാര്യന്മാരിതാ പ്രഖ്യാപിക്കുന്നു, ഭഗവാൻ സാധാരണ വെണ്ണയല്ല, പാലല്ല മോഷ്ടിച്ചത്. ഹൃദയം അഭിമുഷിത്വ, ഹൃദയം തന്നെ മോഷ്ടിച്ചുകൊണ്ട് ആനന്ദസാഗരത്തിലാണ് ആ ഗോപിമാരെ, വൃന്ദാവനവാസികളെ മുക്കിയത്. ദേഹാഭിമാനമാകുന്ന വസ്ത്രമാണ് അപഹരിച്ച് ഗോപികളെ ഏറ്റവും പരിശുദ്ധകളും പ്രശാന്തകളുമാക്കി തീർത്തത്. ജീവനാകുന്ന രുക്മിണി ദേവിയാണ് ഭഗവാൻ മോഷ്ടിച്ചത്. ജീവനാം വൈദർഭി എന്നൊക്കെ ഭക്തന്മാർ പാട്ടുപാടാറില്ലേ? രൂപം, ഈ രോമ, നഖ, മൂത്ര, മല, കഫ, പിത്ത, വാതങ്ങളെ കൊണ്ടുണ്ടാക്കിയ ഈ ശരീരത്തെയല്ല ഞാൻ സ്നേഹിച്ചത്. പിന്നെ ഇതിനെയെല്ലാം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനെയാണ് ഞാൻ സ്നേഹിച്ചത്. ഈ പുറമേക്കുള്ള സൗന്ദര്യത്തെയല്ല ഞാൻ സ്നേഹിച്ചത്, ആത്മസൗന്ദര്യത്തെയാണ് ഞാൻ സ്നേഹിച്ചത്. അതിന് ഒരു കാലത്തും മാറ്റം ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഭർത്താവിനെ കിട്ടിയാൽ എനിക്ക് പോരാ, ഭഗവാനെ തന്നെയാണ് എനിക്ക് ഭർത്താവായിട്ടുള്ളൂ. അമ്പയ്ക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ മതിയായിരുന്നു, ഏതെങ്കിലും ഭർത്താവിനെ കിട്ടിയാൽ മതിയായിരുന്നു. സ്വയംവര മണ്ഡപത്തിൽ നിന്ന് അനുജന്മാർക്ക് വേണ്ടിയിട്ട് ഭീഷ്മപിതാമഹൻ അമ്പയെ കൊണ്ടുവന്നു. അമ്പ പറഞ്ഞു, എനിക്ക് വേറൊരു കാമുകനുണ്ട്, സാൽവനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം അമ്പയെ വിട്ടയച്ചു. സാൽവൻ പറഞ്ഞു, ഭീഷ്മര് തട്ടിക്കൊണ്ടുപോയ നിന്നെ എനിക്ക് വേണ്ടാന്ന്. തിരിച്ചു വന്നു. അപ്പോഴേക്കും അനുജന്മാരും പറഞ്ഞു, ഭീഷ്മരുടെ അനുജന്മാരും പറഞ്ഞു, വേറൊരാളെ പ്രേമിച്ചതായിട്ടുള്ള പെൺകുട്ടിയെ എനിക്ക് വേണ്ടാന്ന്. ഭീഷ്മരോട് പറഞ്ഞു, എന്നാൽ എന്നെ ഒന്ന് വിവാഹം കഴിക്കും, ആരെങ്കിലും വിവാഹം കഴിച്ചാൽ മതിയെന്ന്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ. അങ്ങനെ ഒരു അമ്പയാവാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഒരു അമ്പയല്ല ഞാൻ. എനിക്ക് ഒറ്റ ഭർത്താവേ ഉള്ളൂ, ഭഗവാൻ മാത്രം. അതിന് എത്ര ജന്മം കഴിഞ്ഞാലും മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് രുക്മിണി സ്വയംവരത്തിൽ സന്ദേശത്തിൽ രുക്മിണി ദേവി പറയുന്നത്, ശതജന്മഭിസ്യാൽ, 100 ജന്മങ്ങൾ വേണ്ടി വന്നാലും ഭഗവാൻ അല്ലാതെ വേറൊരാൾ എനിക്ക് ഭർത്താവായിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നത്. സകല വിദ്യകളും ഈ ഭഗവാനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു.
ബ്രഹ്മാദി ദേവന്മാർ പോലും ഈ ഭഗവാനെയാണ് ഭജിച്ചുകൊണ്ടിരിക്കുന്നത്. സകാമന്മാരായിട്ട് ഭക്തന്മാർ ബ്രഹ്മാദി ദേവന്മാരെ ഭജിക്കാറുണ്ട്. ബ്രഹ്മാദി ദേവന്മാരും ഏതൊരു ഭഗവാനെ ഭജിക്കുന്നുവോ ആ ഭഗവാനാണിത് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. നിഷ്കിഞ്ചനാവയം ശശ്വൽ, ഭഗവാൻ ഒന്നുമില്ലാത്തവനാണ് എന്ന് പറഞ്ഞു. ശരിയാണ്, ഭഗവാൻ ഒന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ. യതോ വായി മാനി ഭൂതാനി ജായന്തേയേന ജാതാനി ജീവന്തി യൽ പ്രവിശന്ത്യഭിസംശന്തി തദ് ബ്രഹ്മവിജിജ്ഞാസസ്വ. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നുണ്ടായോ, എവിടെ നിലനിൽക്കുന്നുവോ, എവിടേക്ക് ലയിക്കുന്നുവോ അത് ബ്രഹ്മമെന്നറിയിക്കുക എന്നുള്ള ഉപനിഷത് വാക്യത്തിൻ്റെ സാരമായിട്ടാണല്ലോ ജന്മാദ്യസ്യത എന്ന് ഭാഗവതം ആരംഭിക്കുന്നത്. ഈ പ്രപഞ്ചമായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഭഗവാൻ എന്ന് വ്യത്യസ്തമായിട്ട് ഒന്നുമില്ല, ഭഗവാന്റെ ആയിട്ടൊന്നുമില്ല, ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന്. അല്ലാതെ ദരിദ്രൻ എന്നുള്ള ഭാവത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല. ബ്രഹ്മാദി ദേവന്മാർ പോലും ഏതൊരു ഭഗവാനെ നിരന്തരമായിട്ട് ആരാധിച്ചു കൊണ്ടിരിക്കുന്നുവോ, ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നുവോ ആ ഭഗവാനാണ് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. നിഷ്കിഞ്ചന ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഭഗവാന് പ്രിയപ്പെട്ടത് നിഷ്കിഞ്ചന ജനങ്ങളാണ് എന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ എന്തിനോടെങ്കിലും ആസക്തി ഉണ്ടെങ്കിൽ അവരെ ഭഗവാൻ തൻ്റേതായി കണക്കാക്കാറില്ല. ഈ ലോകത്തിലെ സകല പദാർത്ഥങ്ങളിലും ഉള്ള മമതാബന്ധത്തെ ത്യജിച്ചുകൊണ്ട് ഭാര്യയെന്നോ ഭർത്താവെന്നോ കുട്ടികളെന്നോ സമ്പത്തെന്നോ എല്ലാം വെടിഞ്ഞുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുന്നവരെയാണ് ഭഗവാൻ സ്വന്തമാക്കി തീർക്കുക. നിഷ്കിഞ്ചന ജനപ്രിയനാണ് ഭഗവാൻ എന്ന് വിചാരിച്ച് ഒന്നിനും കൊള്ളാത്തവരൊന്നല്ല ഭഗവത് ഭക്തന്മാർ. എന്തും നേടാൻ അവർക്ക് കഴിയും, എല്ലാം അവർക്ക് നേടാം, എല്ലാം അവർക്ക് സ്വന്തമായിട്ടും അവർ അതെല്ലാം ത്യജിച്ച് ഭഗവാനിലേക്ക് തന്നെ മനസ്സുറപ്പിച്ചവരാണ്. സ്വന്തമായിട്ട് ഭഗവാനൊന്നുമില്ല, താമസിക്കാനായി സൗകര്യം പോലുമില്ല. ഭഗവാൻ തന്നെയല്ലേ ഉള്ളൂ, ഭഗവാന്റേതായിട്ടൊന്നുമില്ലല്ലോ. ഭഗവാൻ തന്നെയാണ് ഈ ലോകമായിട്ടിരിക്കുന്നത്. രാജാക്കന്മാരെ പേടിച്ച് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പേടിത്തൊണ്ടനായിരിക്കുന്ന ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞു. അതെ, ഇന്ദ്രിയങ്ങളാകുന്ന രാജാക്കന്മാരെ പേടിച്ച് ഹൃദയമാകുന്ന സമുദ്രത്തിൻ്റെ മധ്യത്തിൽ അന്തര്യാമിയായിരിക്കുന്ന ആളാണ് ഭഗവാൻ. പുറമേക്കുള്ള അന്വേഷണങ്ങളെ കൊണ്ടൊന്നും ഭഗവാനെ കിട്ടില്ല. അന്തർമുഖന്മാരാകുമ്പോഴാണ് ഭഗവാനെ അനുഭവിക്കാൻ കഴിയുള്ളൂ. ഭഗവാനെ അനുഭവിക്കാറാവണമെങ്കിൽ പുറമേക്കുള്ള വിഷയങ്ങളെല്ലാം ത്യജിച്ച് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് അന്തർമുഖന്മാരായിട്ട് മാറണം. എന്നാൽ ഭഗവാൻ രാജാക്കന്മാരെ പേടിച്ചോടി എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഭഗവാനെ സ്മരിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ടാണ് ബ്രഹ്മാദി ദേവന്മാർ പോലും അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യമൻ പോലും ദിക്പാലകന്മാരും ഒക്കെ അവരുടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ടാണ്. ആ ഭഗവാൻ ഈ നിസ്താരന്മാരായ രാജാക്കന്മാരെ ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒട്ടും ശരിയല്ല. ഇച്ഛാമാത്രയിൽ എത്രയോ ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കാനും രക്ഷിക്കാനും സംഹരിക്കാനും കഴിവുള്ളവനാണ് ഈ ഭഗവാൻ. ഒരു കാര്യം ശരിയാണ് ഭഗവാൻ പറഞ്ഞത്, ഞാനും ഭഗവാനുമായിട്ട് ഒരു യോജിപ്പില്ല എന്ന്. ശരിയാണ്, ഭഗവാൻ പരമാത്മസ്വരൂപൻ, ഞാനാണെങ്കിൽ പ്രകൃതി. എന്നെ ഭജിക്കുന്നവരാണെങ്കിൽ നിസ്സാരന്മാർ, നിസ്സാര വിഷയങ്ങളുടെ ആഗ്രഹത്തോടു കൂടിയിട്ടാണ്, നിസ്സാര ദ്രവ്യങ്ങളെ ആഗ്രഹിച്ചുകൊണ്ടാണ് എന്നെ ആൾക്കാർ ഭജിക്കുന്നത്. മോക്ഷേച്ഛുക്കളായിട്ടുള്ളവരാണ് ഭഗവാനെ ഭജിക്കുന്നത്. എന്നാലും കാരുണ്യത്തോടു കൂടിയിട്ട് എന്നെ ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നു. ഉദാസീനാണ് ഭഗവാൻ. സാധാരണ സ്ത്രീകൾ ആഗ്രഹിക്കുന്നതൊന്നും ഭഗവാനിൽ നിന്ന് കിട്ടിക്കൊള്ളുന്നില്ല. ഉദാസീനാണ്, സാധാരണക്കാരൊന്നും ഭഗവാനെ ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞു. വെറും തുച്ഛമായ ഇന്ദ്രിയ സുഖങ്ങൾ അനുഭവിക്കാൻ ഭഗവാനെ ആവശ്യമില്ലല്ലോ. നിത്യശുദ്ധമായിട്ടുള്ള പരമാനന്ദം അനുഭവിക്കാനാണ് ഭഗവാനെ ആശ്രയിക്കേണ്ടത്. നിസ്സാരമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകുന്നവർക്കൊന്നും ഭഗവാനെ കിട്ടില്ല. ഭഗവാന്റെ കഥാരസം ഒരിക്കൽ പോലും അനുഭവിക്കാത്ത ചില സ്ത്രീകളുണ്ട്. ആ സ്ത്രീകൾ ഈ രാജാക്കന്മാരുടെ പിന്നാലെ പൊക്കോട്ടെ. അങ്ങനെയുള്ള സ്ത്രീകളുടെ അടുത്ത് വന്ന് കഴുതയെപ്പോലെ പണിയെടുക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവാം, പൂച്ചയെപ്പോലെ ഉച്ഛിഷ്ടം കഴിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാവാം. ഒരിക്കൽ പോലും ഭഗവാന്റെ കഥകൾ കേൾക്കാൻ കഴിയാത്ത സ്ത്രീകൾ അവരുടെയൊക്കെ ഭാര്യമാരായി പൊക്കോട്ടെ. എനിക്ക് ഭഗവാൻ മാത്രമേ ഭർത്താവായിട്ടുള്ളൂ, ഇത് എത്ര ജന്മങ്ങൾ കഴിഞ്ഞാലും യാതൊരു മാറ്റമില്ല എന്ന് രുക്മിണീ ദേവി. ഭഗവാൻ പറഞ്ഞു, രുക്മിണീ ദേവിയോടുള്ള സ്നേഹം എനിക്ക് എങ്ങനെ ഒഴിവാക്കാൻ കഴിയും? ഈ പ്രേമത്തിന് പകരമായിട്ട് തരാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എന്നെ തന്നെ തരാമെന്ന് മാത്രമേ ഉള്ളൂ.
അന്നത്തെ ഭൂമിയുടെ 2/3 ഭീഷ്മകന് സ്വന്തമായിരുന്നു. ഭഗവാനോടുള്ള പ്രേമനിമിത്തം രുക്മിണി ദേവി അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് ഓടി വന്നത്. ആ രുക്മിണി ദേവിയുടെ മഹത്വം ഭഗവാൻ അനുസ്മരിക്കുന്നു. വിവാഹ സമയത്ത് സഹോദരനെ വിരൂപനാക്കിയിട്ടും രുക്മിണി ദേവി അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് എൻ്റെ കൂടെ നിന്നില്ലേ. അത് കഴിഞ്ഞ് മറ്റൊരു വിവാഹ സമയത്താണ് ബലരാമസ്വാമികൾ ജ്യേഷ്ഠനെ രുക്മിയെ അടിച്ചു കൊന്നത്. അപ്പോഴും അതിൽ പ്രതികരിക്കാതിരുന്ന എന്നെ സഹിച്ചുകൊണ്ട് രുക്മിണി ദേവി എൻ്റെ കൂടെ നിന്നില്ലേ. ഇങ്ങനെ എല്ലാ സമയത്തും എൻ്റെ കൂടെ നിൽക്കുന്ന പതിവ്രതാരത്നമാകുന്ന രുക്മിണി ദേവിയെ എങ്ങനെയാണ് ഞാൻ സന്തോഷിപ്പിക്കേണ്ടത് എന്നുള്ള ഭാവത്തിൽ രുക്മിണി ദേവി ആശ്വസിപ്പിക്കുന്ന രംഗം. ഈ ദിവ്യമായ പ്രണയകലഹം, നമുക്കും ഇതുപോലൊരു പ്രണയകലഹം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയുകയാണെങ്കിൽ ജീവിതം സാർത്ഥകമായി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ പ്രണയകലഹം ഏകദേശം സംഭവിക്കുന്നത് ഭഗവാന്റെ പൗത്രനായ അനിരുദ്ധനടക്കം 2 വിവാഹം നടത്തിയ സമയത്താണ്. നമ്മുടെയും മകൻ്റെ മകൻ വിവാഹം കഴിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു പ്രണയ കലഹം നമുക്കും ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയാണെങ്കിൽ എത്ര ഹൃദ്യമായിട്ടുള്ള അനുഭവമായിരിക്കും ഇത്. ആരാണ് രുക്മിണി ദേവി, ആരാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്നൊക്കെ വ്യക്തമാക്കി നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തി തരുന്നു. നമുക്കും ജീവിതത്തിൽ നിസ്സാരമായ പദാർത്ഥങ്ങളെയെല്ലാം വിട്ട്, നശ്വരങ്ങളാകുന്ന വിഷയങ്ങളെല്ലാം വിട്ട്, നിത്യ സത്യ ശുദ്ധ സ്വരൂപനായ സച്ചിദാനന്ദ സ്വരൂപനായ ശ്രീ ഗുരുവായൂരപ്പനെ, ശ്രീകൃഷ്ണ ഭഗവാനെ സർവഥാ സർവദാ ശരണം പ്രാപിക്കാനായിട്ട് സാധിക്കട്ടെ. ഒരു നിമിഷം പോലും വെറുതെ കളയാതെ ഓരോ നിമിഷവും സാർത്ഥകമാക്കിക്കൊണ്ട് ഭഗവാനിലേക്ക് മനസ്സുറപ്പിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും ഗുരുനാഥൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും തൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.